പിന്നെ എനിക്ക് എക്സൈറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് വണ്ടിയാണ് ജിപ്സിയാണ്. ജിപ്സി അത് ഞാൻ പിരികേറ്റത്. പഠിച്ചാ ഇതില് വയനാട് സ്ഥലമുണ്ട്. ഏകദേശം ഫാദറും പുള്ളിയും കൂടി ഏകദേശം ഒരു മൈൻഡ് സെറ്റ്. സാലറിയിലും ചെറുതാ, കുറച്ച് കല്യാണം കഴിഞ്ഞു ബോണസ് ആയിട്ട് പോണത് എനിക്കല്ല എന്റെ അധ്വാനത്തിനുള്ളതാണ്. അപ്പൊ ഞാൻ പിന്നെ എന്താ ചെയ്യുന്നത്, ഒരു കാറ് വാങ്ങുന്നത്. അത് സൺഡേ ആയിരുന്നു. സൺഡേ അന്ന് മനോരമയിൽ ക്ലാസിഫൈഡ് അപ്പം തന്നെ നോക്കി. അതില് 1968 പഴയൊരു ബെൻസ്, പിന്നെ സ്കൗട്ട് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ സ്കൗട്ട് എന്നൊരു ജീപ്പാ, ലാൻഡ് റോവറിലും പോയി. അത് നമ്മുടെ ഇടുക്കി ഡാമിന്റെ കൺസ്ട്രക്ഷന് പണ്ട് കൊണ്ടുവന്ന വണ്ടി. പക്ഷെ എന്റെ അന്നും ഇന്നും എന്റെ മനസ്സിൽ ഏറ്റവും ആഗ്രഹമുണ്ട് ജീവാഗൻ. അത് ഞാൻ കൊറേ തപ്പി, അത് കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാൾ ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് സൈഡ് വന്നിട്ട് പറഞ്ഞു ഫയർ ഓൺ യുവർ കാർ. അപ്പം ഞാൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ബയസ്ഡ് ആവാതിരിക്കാൻ അങ്ങനെ നോക്കാറില്ല. അതെന്താ വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിന് വിലയിരുത്താനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ബ്ലണ്ടർ അടിക്കരുത്, അത് മനസ്സിലാക്കി. അതിനെപ്പറ്റി ഇപ്പം ഉണ്ടായിരുന്നു. വിഡിത്തം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റാ. ഈ കാണുന്ന ഓഡിയൻസ് നമ്മൾക്ക് വിവരമുണ്ടെന്ന് മനസ്സിലാക്കും. ഞാൻ അങ്ങനെ ഓഡിയൻസിന് വില കുറച്ച് കാണാം. ഗിയറിന് മുകളിൽ കഴിച്ചിട്ട് നമ്മളെ നാട്ടിലത്തെ ഓടിക്കില്ല. നമ്മളെ ഓടിച്ച് കുറച്ച് ആൾ നിർത്തി എന്തായാലും വണ്ടി തരില്ല. ഹോബി ആയിട്ട് കൊണ്ടുവിടെ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ അത് അപ്പം നമുക്ക് നമ്മുടെ ഒരു പാഷൻ ഫോളോ ചെയ്യാനും പറ്റില്ല. നമുക്ക് ഈ ലെവലിൽ അപ്പൊ പാഷനെ ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഹാനി മുസ്തഫ എന്നുള്ള ഒരു ബ്രാൻഡ് ഉണ്ടാവും, പേഴ്സണൽ ബ്രാൻഡ് ഉണ്ട്. അത് ആ എഫേർട്ടിന്റെ ഭാഗമാണോ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൽ 2 ഗസ്റ്റ് ഉണ്ട്. ഹാനി മുസ്തഫ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, ലീഡിങ് മോട്ടോ ജേർണലിസ്റ്റാണ്. ഈ ഓട്ടോ എന്തൂസിയസ്റ്റായ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. നമ്മുടെ പ്രിൻറ്റിലും ടി വിയിലും ഡിജിറ്റൽ മീഡിയയിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരിക്കാം. അതുപോലെ നമ്മുടെ കൂടെ ഉള്ളത് ഷംജിത്ത്. നമുക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, നമ്മുടെ ടെക് ട്രാവൽ ഈ സുജിത് ഭക്തൻ്റെ കൂടെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഷംജിത്ത് ഭായ് ആണെങ്കിലും UK വന്നിട്ട് സ്റ്റുഡൻ്റായിട്ടൊക്കെ വന്നിട്ട് ഇപ്പോൾ വലിയൊരു ഓൺടർപ്രണറാണ്. ഇവിടെ ഒരുപാട് എക്സ്പോർട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരാളാണ്. കേരള ഡിലൈറ്റ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഓൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഏറ്റവും താല്പര്യമുള്ളൊരു ടോപ്പിക്കാണ് കാറ്, ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി. എല്ലാവർക്കും വലിയ താല്പര്യമാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ കുറച്ചേരം ഇങ്ങനെ സംസാരിച്ചിരിക്കാം. പ്രത്യേകിച്ച് നമുക്ക് അജണ്ടയൊന്നുമില്ല. പ്രത്യേകിച്ച് ഹാനി നമ്മളോട് പറഞ്ഞു, പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ ടെക്നിക്കലായിട്ട് കാറിനെ കുറിച്ച് പറഞ്ഞേക്കാളും കൂടുതൽ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്ക് പറയാം. അപ്പോൾ വെൽക്കം ഹാനി, വെൽക്കം. താങ്ക് യു. അപ്പോൾ പറയൂ, ഇത് ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കരിയറാണ്. സാധാരണ എല്ലാവരും ഒന്നെങ്കിൽ MBAക്ക് പോകും, അല്ലെങ്കിൽ MCAക്ക് പോകും, എൻജിനീയറിങ്ങിന് പോകും, ഡോക്ടറാവും. പക്ഷേ ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കരിയർ സ്റ്റാർട്ട് ചെയ്ത് അത് ആർക്കും പറഞ്ഞു തരാനും ഒന്നുമില്ല. അങ്ങനെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ സക്സസ്ഫുള്ളായി ഈ ഇൻഡസ്ട്രിയിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ അഡാപ്റ്റ് ചെയ്ത് ഇപ്പം അതൊരു ലീഡിങ് ആയിട്ടുള്ള ഒരു ഫേസ് ആയിട്ട് നിൽക്കുകയാണ് ഇന്ത്യയിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ജേർണി സമ്മറൈസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷൻ്റെ പിന്നാലെ വന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു ചെറുപ്പം മുതൽ ഒരു വണ്ടി ഭ്രാന്തനായിരുന്നു. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, ക്ലീഷേഡ് ആയിരിക്കും, പക്ഷേ ഒറ്റൊന്നും മനസ്സിലാകുന്ന ഇപ്പോൾ നമ്മൾ A4 ആപ്പിൾ B4 ബോൾ എന്ന് പഠിക്കുന്നത് ഞാൻ വണ്ടിൻ്റെ പേരായിരുന്നു പഠിച്ചിരുന്നത്. അതിനുള്ള സപ്പോർട്ട് അന്ന് പാരൻസൊന്നും എൻ്റെ ഗ്രാൻഡ് ഫാദറും എൻ്റെ ഉമ്മൻ്റെ ഒപ്പം ഉപ്പരും നല്ലൊരു വണ്ടി ഭ്രാന്തനാണ്. അപ്പോൾ അതുകൊണ്ട് അന്ന് മുതലേ പുറത്തുള്ളതുകൊണ്ട് ഉപ്പര് ബ്രോഷറും കാറ്റലോഗ് എന്നാന്ന് പറയുക അതിൽ കൊണ്ടുതന്ന് അങ്ങനെ വണ്ടിനെ കുറിച്ചൊരു ബേസിക് ആയിട്ട് പഠിച്ചു. എല്ലാവരെ പോലെ തന്നെ BBAയും MBAയിലും പഠിച്ച ആൾ തന്നെ ഞാനും. എഞ്ചിനീയറിങ്ങിന് പോകണം, ഡിസൈനർ ആവണം എന്നുള്ളൊരു ആഗ്രഹിച്ചു. അത് നടന്നില്ല. കാരണം നമ്മളൊരു ബിസിനസ് ഫാമിലിയിൽ നിന്ന് വരുന്നുണ്ട്, ഉപ്പൻ്റെ ബിസിനസ്സിലേക്ക് പോകണം എന്നുള്ളതുണ്ടല്ലോ, അങ്ങനെയായിരുന്നു കരുതി. പക്ഷെ അന്നെല്ലാം എന്തായിരുന്നു പറ്റിയ വെച്ചാൽ എനിക്ക് എന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഞാൻ ഇതാണ് എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്നുള്ളത്, അതായത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരാൾക്ക് കൺവിൻസ് ചെയ്ത് കൊടുക്കാനുള്ളൊരു രീതിയിൽ പറയാൻ പറ്റില്ല. കുട്ടി കളി, വണ്ടി ഭ്രാന്ത്, വോയിസായിട്ട് കളിക്കുന്നു. പക്ഷെ അത് ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കും എപ്പം പോയാലും നമ്മളതിലേക്കാണ് നീങ്ങുക. അപ്പം പ്രീ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഓഫീസിൽ ഡ്യൂട്ടി ഉപ്പ തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയം ഫറൂഖ് നമ്മൾ രണ്ടും ഒരുമിച്ച് പഠിച്ചാണ്. നമ്മൾ ഫറൂഖ് ഡിഗ്രിയിൽ ഒരുമിച്ചുണ്ട്. ഞാൻ പ്രീ ഡിഗ്രി ഫറൂഖ്. അന്ന് പുള്ളി ഭയങ്കര സൈലന്റ് ആയിരുന്നു. അത് പലർക്കും ഇപ്പോഴും അത്ഭുതമാണ്. നീ എങ്ങനെയാണ് ടി വിന്റെ മുമ്പിൽ? അതിപ്പോൾ എന്നെ കുറിച്ചും പറയാറുണ്ട്, ഞാൻ എങ്ങനെയാണ് ഈ റീൽസ് ഒക്കെ ചെയ്യണം. കാരണം എന്നെ അറിയുന്ന ആൾക്കാർക്ക് ഞാൻ ഭയങ്കര കുറച്ചൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്. പക്ഷേ അതെ,
അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ കോളേജ് ചിലപ്പോൾ നേരത്തെ വിടും. ഇവരെല്ലാം നല്ല രാഷ്ട്രീയക്കാരല്ല, അതുകൊണ്ട് ഇവരെ കൊണ്ട് ചിലപ്പോൾ നല്ല ഗുണമാണ്, സമരമെല്ലാം ഉണ്ടാവും. അപ്പോൾ കുറച്ച് നേരം കിട്ടിക്കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മളെ വണ്ടിയിൽ പണി ചെയ്തുകൊണ്ടിരുന്ന് വർക്ക്ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ഒന്നുമില്ല, വണ്ടീൻ്റെ വില അറിയാൻ വേണ്ടി പഠിക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ MBA മുന്നേ ബാംഗ്ലൂർ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി പോയി. ഒരു വർഷം ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു ഡെസ്പറേഷൻ ഫീൽ ചെയ്ത് തുടങ്ങിയത്. എന്തെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തുള്ള സെയിൽസ്മാനിലായിട്ട് പാർട്ട് ടൈം ജോബ് എടുക്കാമെന്നുള്ള കരുതി പോയി. അതൊന്നും നടന്നില്ല. 2-3 സ്ഥലത്ത് പോയി മുട്ടി നോക്കി, അതിലൊന്നും തുറന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഉപ്പൻ്റെ ഏട്ടൻ മൂപ്പര് ബോംബെയിലായിരുന്നു. അപ്പോൾ മൂപ്പര് ഒരു കത്ത് ഫാമിലിക്ക് എല്ലാവർക്കും എഴുതും. അതിലൊരാളെ കുറിച്ചൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ബിജോയ് കുമാർ എന്നാണ്. കേരളത്തിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് വന്നിട്ടുള്ളൊരു ജേർണലിസ്റ്റാണ്. അപ്പോൾ BS മോട്ടോറിംഗ് എന്ന് പറഞ്ഞ മാഗസിനിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത് അന്ന്. അതിൻ്റെ മുമ്പ് മലയാളത്തിലെല്ലാം എഴുതിയിരുന്നു. ആ പുള്ളിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ, പുള്ളിൻ്റെ ഒരു ഇൻ്റർവ്യൂ. അതായത് എന്ത് പഠിച്ചു, എന്തായി എന്നുള്ള. എൻ്റെ മൂപ്പരൊരു അടിക്കുറിപ്പ്, നിനക്കും ഇങ്ങനെ എന്തെങ്കിലും ആലോചിച്ചൂടെ. അവിടെ നിന്നാണ് ഈ ജേർണലിസം ക്ലിക്കായത്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അന്നുള്ള അറിവ് വെച്ചിട്ട് മലയാളത്തിലോ അല്ലെങ്കിൽ ഭാഷാ പാണ്ഡിത്യമൊന്നും ഉണ്ടായിട്ടില്ല, ഒന്ന് എഴുതി നോക്കി. ഉപ്പനോട് പറഞ്ഞു ഇങ്ങനെ മൂത്താപ്പ കത്ത് എഴുതിയിട്ടുണ്ട്. പറഞ്ഞു എഴുതി നോക്ക് പറഞ്ഞാൽ എഴുതി ഉപ്പനെ കൊണ്ട് തന്നെ കറക്റ്റ് അയച്ചു. അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് കോഴിക്കോട് ഒരു വർത്തമാനം എന്ന് പറഞ്ഞ പത്രം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പൊക്കെ കുറച്ച് മാനേജ്മെന്റിൽ പരിചയം. ഞാൻ പറഞ്ഞ നിനക്ക് അപ്പോയിൻമെന്റ് എടുത്തു തരാം, ബാക്കി നിന്റെ കഴിവാ. അവിടെ പോയി കണ്ട് കൺവിൻസ് ചെയ്യല് നിന്റെ പണി. അന്ന് പോയിട്ട് അവിടുത്തെ എഡിറ്റർ ഉണ്ടായിരുന്നു, രാജീവ് മേനോൻ എന്ന് പറഞ്ഞ പുള്ളിയും ഡെപ്യൂട്ടി എഡിറ്റർ ഉണ്ടായിരുന്നു, നാരായൺ സാറിന് ഒരാളായിരുന്നു. അപ്പോൾ അവിടെ പോയി അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കിയപ്പോൾ അവരെന്നോട് ചോദിച്ചു, നമുക്ക് എന്താ പ്രയോജനങ്ങൾ ആർട്ടിക്കിൾ വന്നു. എന്തോ പഠിച്ച MBA BBA എല്ലാം ഗുണം കൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് റവന്യൂ കിട്ടും, പരസ്യം കിട്ടും എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞാൽ എന്നാലും ട്രയൽ നോക്കാം, 2 ആഴ്ച കൂടുമ്പോൾ ഒരു ആർട്ടിക്കിൾ. എൻ്റെ ഭാഗ്യം, ഓരോ ഭാഗ്യം കൊണ്ടെല്ലാം പരസ്യങ്ങൾ വന്നു. പിന്നെ അത് കൺസിസ്റ്റൻ്റ്ലി ചെയ്തു. അങ്ങനെയാണ് തുടക്കം. പിന്നെ മനോരമ ഫാസ്റ്റ് ട്രാക്കിൽ ഫ്രീലാൻസ് ചെയ്തിരുന്നു. എൻ്റെ ബ്ലോഗ് ഉണ്ടായിരുന്നു അന്ന്, ഹാൻഡ്മസ് എന്ന് പറഞ്ഞ പെന്നയുമായിട്ട് ഹാൻഡ്മസ് എന്നുള്ള പേര്. പിന്നെ ടീം PHP ഇതിലെല്ലാം ആക്റ്റീവായിട്ടൊരു 4-5 വർഷം ഉണ്ടായി. പിന്നെയാണ് ഏഷ്യാനെറ്റ് പ്ലസിലൊരു TV ഓപ്പർച്യൂണിറ്റി ഷോന് ഒരു നമ്മുടെ ഫാമിലി ഫ്രണ്ട് പ്രശ്നം ത്രൂ വരുന്നത്. അപ്പം അന്നും ഞാൻ ഈ പറഞ്ഞ റിലക്റ്റൻ്റ് ആയിരുന്നു, TVൻ്റെ മുന്നിലേക്ക് വരാനൊന്നും എനിക്ക് താല്പര്യമില്ല, വേണ്ട എന്നെല്ലാം പറഞ്ഞാൽ ഇപ്പം വിശ്വസിക്കില്ല ആൾക്കാർ. പക്ഷെ മൂപ്പര് 2-3 വർഷം വന്നിട്ടായിരുന്നു, നിനക്ക് അറിവുണ്ട്, അത് നമുക്ക് പറഞ്ഞാൽ മതി, ഞാൻ ക്യാമറ മുമ്പിൽ ഞാൻ കുറേ ആൾക്കാരെ കൊണ്ടുവന്നാൽ ഞാൻ സെറ്റ് ചെയ്തോളാം പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ട്രൈ ചെയ്ത് നോക്കി, ഒരു 8 എപ്പിസോഡ് ട്രയൽ എടുത്തതാണ് തുടക്കം. പക്ഷെ അന്ന് ഏഷ്യാനെറ്റ് പ്ലസ് സ്റ്റാർ ടേക്ക് ഓവർ ചെയ്തുകൊണ്ട് അതിൽ വന്നില്ല. അവിടെ നിന്ന് 2 ആൾക്കാർ സൂര്യയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രകാശ് മേനോൻ എന്ന് പറഞ്ഞ പുള്ളി വിളിച്ചു, നിങ്ങൾ ഏഷ്യാനെറ്റ് കൊടുത്ത പ്രപ്പോസൽ ഇവിടെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മീറ്റിങ്ങിന് വരാൻ പറഞ്ഞു. വിജയ് ബാബു വന്ന് ചാനൽ ഹെഡാണ് നടൻ, പുള്ളിയെ പോയി കണ്ട് എനിക്ക് ചാനലൊന്ന് റിഫോം ചെയ്യണം, കുറേ യങ് പ്രോഗ്രാംസ്. അങ്ങനെയാണ് ഒരു സാറ്റർഡേ ഉള്ളൊരു സ്ലോട്ട് കിട്ടി. മാർച്ച് 10th 2010, 15 വർഷമായി അങ്ങനെ തുടങ്ങി. പിന്നെ ഏഷ്യാനെറ്റിലേക്ക് വന്ന് സ്റ്റാർ വിജയ്, സുവർണ, നാഷണലി ഹോട്ട്സ്റ്റാറിൽ. 15 വർഷമായി. അത് ഭയങ്കര ഇൻസ്പിറേഷനാണ്. കാരണം ഇത് സാധാരണ എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു ഇൻഡസ്ട്രിയാണ്. കാർ ഓടിക്കുക, പുതിയ കാർ ഓടിക്കുക, റിവ്യൂ ചെയ്യുക. കാരണം എല്ലാവർക്കും ഒരുപാട് കാറുകൾ കാണാനും, നമുക്ക് പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ കാർ ബ്രാൻഡ് ഇപ്പം എൻ്റെ മോൻ തന്നെ ചോദിക്കാറുണ്ട്, ഒരു കാർ ഇങ്ങനെ പോകുമ്പോൾ അച്ഛനെങ്ങനെ അത് കാണുമ്പോൾ തന്നെ ഇത് കാർ ബ്രാൻഡാണെന്ന് പറയണമെന്ന്. കാരണം നമുക്കിപ്പോൾ ഫുള്ളായിട്ട് കാർ കാണണം തന്നെ അല്ലേ, നമുക്ക് എന്തെങ്കിലും ചെറിയ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇത് കാറാണെന്നുള്ളത്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ആ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഷംജിത്ത് ആ സമയത്ത് എങ്ങനെയായിരുന്നു, നിങ്ങളുടെ കാർ റിലേറ്റഡ് എന്തെങ്കിലും സംഭവങ്ങളുണ്ടായിരുന്നു? അന്ന് കാറല്ല, അന്ന് ബൈക്കാണ്. നമ്മുടെ ഫ്രണ്ട് ഒക്കെയാണ്. ഞാൻ ഹാനി വീട്ടിൽ വന്നതെന്ന് വെച്ചാൽ ഹാനി വളരെ സൈലൻ്റ് ആയിട്ട് ഒരു കോർണറിലൊക്കെ നിന്ന് എല്ലാവരും വാച്ച് ചെയ്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇടയ്ക്കൊന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു അങ്ങനെയാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് അവിടെ ഒന്ന് സംസാരിക്കും പുള്ളി, കാരണം എല്ലാവരും തിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഹാനി അവിടെ കൈ വെച്ചിട്ട് ഇങ്ങനെ അതാണ് എൻ്റെ ഓർമ്മ ഒബ്സർവ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ പിന്നെ വേറൊരു ഒന്നാമത് ഷംജിത്ത് BCom, ഞാൻ BBA ആണ്. ഫറൂഖ് കോളേജിൽ പഠിച്ചവർക്ക് പോയവർക്ക് അറിയാം, ഒരു കൊമേഴ്സ് ബ്ലോക്ക് ഉണ്ട്, നല്ലൊരു വരാന്ത ഉണ്ട്. നമ്മളവിടെ നിൽക്കും. ഇപ്പം നമ്മൾ ക്ലാസ് ഏത് ബ്രേക്ക് വന്നാലും എല്ലാവരും അവിടെ എത്തും. പിന്നെ ഓരോരുത്തർക്ക് ഓരോ പണികൾ ഉണ്ടാവില്ല, അങ്ങനെ പിരിയും. കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കും. അപ്പോൾ ഷംജിത്തും ഞാൻ കുറേ സംസാരിക്കും. ടൗണിൽ വെച്ച് നമ്മൾ കാണാനും തുടങ്ങി. ഷംജിത്തും കാലിക്കറ്റ് ടൗണിൽ വന്ന് അങ്ങനെ ഒരു കോളേജിൽ നിന്ന് പാരലലി ഒരു ബന്ധമുണ്ടായി. പിന്നെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ടോക്സ് ആയിരുന്നു. ഈ പറഞ്ഞ ഒരുപാട് സോറേ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കാര്യമായിട്ടുള്ള ടോക്സാണ്. അപ്പോൾ കുറേ രാഷ്ട്രീയ വ്യൂ ഉണ്ടാവും.
അന്ന് KSUവിന്റെ ഭയങ്കര പ്രവർത്തകരായിരുന്നു. അപ്പൊ അന്ന് ആ വ്യൂ കാര്യങ്ങൾ സംസാരിക്കും. പിന്നെ നമ്മൾ ഇടയ്ക്ക് ചാടിക്കാൻ പുറത്ത് പോകണം. പിന്നെ പിന്നീട് എനിക്ക് ഒന്ന് രഞ്ജിത്തും കുറെ ടൗൺ കണക്റ്റഡ് ആയിരുന്നു. ഈ DCC ഓഫീസിലെല്ലാം വരുന്നുണ്ട് മുസാഫർ. അങ്ങനെ വന്ന് നമ്മൾ ടൗണെല്ലാം കണ്ട് പിന്നെ ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യാൻ കാരണങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ആ ഒരു കണക്ഷൻ റീറ്റെയിൻ ചെയ്ത് അത് പിന്നെ ഇവിടെ എത്തിയിട്ടും പിന്നെ നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒന്നല്ല, ചിലപ്പോൾ ദുബായിൽ നിന്നായിരിക്കും കാണുന്നത്. അങ്ങനെ ആ കണക്ഷൻ റീറ്റെയിൻഡ് ആയിരുന്നു. നമുക്ക് ഈ കൂടുതൽ ഈ കാറിൻ്റെ ടെക്നിക്കൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതിനെക്കുറിച്ച് പോണേക്കാട്ടും മുന്നേ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും നമ്മുടെ ഒരു കാർ ജേർണി എങ്ങനെയായിരുന്നു എന്നുള്ള ഷംജിത്തിന് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഏത് കാറിനാണ് ആദ്യം മേടിച്ച കാറ്, ഇപ്പം എങ്ങനെ ഏതൊക്കെ കാറുകൾ മേടിച്ചു ലൈഫിൽ എന്നുള്ളതെന്ന്. എൻ്റെ കാർ ജേണി എന്നെക്കാട്ടിയും കൂടുതൽ എൻ്റെ എന്നുള്ളത് എൻ്റെ ഗ്രാൻഡ് പാരൻറ്റ് അവിടെ നിന്നുള്ള ആ കാലഘട്ടത്തിൽ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഓർമ്മ വെക്കുന്ന സമയമാണല്ലോ. ആ സമയത്ത് നമുക്ക് അംബാസഡറിൻ്റെ മാറ്റങ്ങളാണ്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഓർമ്മയുള്ളത്. ആദ്യം പിന്നെ ഈ ഗിയർ മാറുന്ന കാറുകൾ ഇങ്ങനെ പ്രീമിയർ പിന്നെ എഞ്ചിൻ്റെ മാറ്റം. അപ്പോൾ പുതിയ വീട്ടിൽ അംബാസഡറുകൾ കുറേ വാങ്ങിച്ചിരുന്നു. ആ കാലഘട്ടം 2-3 മാറ്റങ്ങൾ വന്നു. KLM 9625 പിന്നെ അങ്ങനെ അങ്ങനെ ആ അംബാസഡർ ജേണിയിൽ ഇന്നുള്ള കാലഘട്ടത്തെ അറിയാതെ നമ്മളൊരു ആ കാറൊന്ന് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ കുറേ വെള്ളം ഒഴിക്കുന്നുണ്ട്. ശബരിമലയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഓർമ്മ. പിന്നെ നമ്മളതുകൊണ്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കഴിഞ്ഞാൽ വെള്ളത്തിൽ പോകുമ്പോൾ ആളുകളെല്ലാം കൂടുന്നു. ഇതൊക്കെ അനുഭവിക്കാൻ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്ര വലിയ കാർ ഓടിച്ചു കഴിഞ്ഞാലും നമ്മൾ ഒറ്റ എക്സൈറ്റഡ് ഒറ്റ നോട്ടം നോക്കും എന്നല്ലാതെ. അപ്പോൾ അത് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്തതിനെ സംബന്ധിച്ചിടത്തോളം. ഏറ്റവും ആദ്യം മേടിച്ച കാർ ഏതാണ്? ഞാൻ ഏറ്റവും ആദ്യം വാങ്ങിച്ച കാറ് എൻ്റെ ഇതിൽ ഞാൻ ഇവിടെ വന്നിട്ടാണ് എൻ്റെ കാർ വാങ്ങിച്ചത്. ഒരു പോളോ, ഒരു പഴയ ഒരു പോളോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നാട്ടിൽ പോളോ ഇറങ്ങിയപ്പോൾ നമ്മൾ നാട്ടിലും വന്ന സമയങ്ങളിൽ ആദ്യം തന്നെ പോളോ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പിന്നെ BMന്റെ 2 വേർഷൻസ് വാങ്ങിച്ചു. പിന്നെ കഴിഞ്ഞിട്ട് റേഞ്ച് റോവർ ഉപയോഗിച്ചു. പിന്നെ കാറിനെക്കാട്ടും കൂടുതൽ നമ്മൾ ഈ ഫുഡ് ഇൻഡസ്ട്രിയിലായതുകൊണ്ട് നമുക്ക് വാനുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വോക്സ് വാഗന്റെ ക്രാഫ്റ്റർ, സ്പ്രിന്റർ, വാൻ ഇപ്പൊ കുറച്ച് നമ്മൾ ഈ പ്രായമായതിന്റെ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിലും പക്ഷേ അതെ നമ്മള് എങ്ങാണ് എങ്കിൽ പോലും പിന്നെ അപ്പം നമ്മൾ യൂറോപ്പിലൊക്കെ നന്നായിട്ട് യാത്ര ചെയ്യാണ്. നമ്മുടെ സൗഹൃദത്തിൽ ഒരുപാട് യാത്രകൾ ഇപ്പം ഒരു വളരെ കൂടുതൽ റോട്ടിൽ പല കാറുകളിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഏത് കാറിന് മേടിക്കാൻ ആഗ്രഹം എന്നുള്ളതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ഹാനിയുടെ എങ്ങനെ കാർ മേടിച്ച കാർ മേടിച്ച ജേർണി എന്തൊക്കെയാണ്? ചെറുപ്പത്തിൽ ഞാൻ ചെറുതാകുമ്പോൾ വീട്ടിലുണ്ടായിരുന്നത് ഇപ്പൻ്റെ സ്കൂട്ടറാണ്, ലാംബ്രേറ്റ സ്കൂട്ടറായിരുന്നു. പിന്നെ PL170 സ്കൂട്ടറായിരുന്നു ആദ്യം. പിന്നെ ആദ്യമായിട്ടൊരു കാർ ഇപ്പോൾ എടുക്കുന്നത് എൻ്റെ ഉപ്പൻ്റെ ഉപ്പ ബോംബെയിലായിരുന്നു, ടിമ്പർ ബിസിനസ്. അതിന് ശേഷം കൺസ്ട്രക്ഷൻ ഏട്ടം തുടങ്ങി, ഉപ്പ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇപ്പം നാട്ടിൽ വന്ന് തുടങ്ങിയപ്പോൾ നമുക്ക് ബോംബെ കണക്ഷൻ ഉണ്ട്. അന്നേ വണ്ടികൾ വില കുറഞ്ഞ് ബോംബെയിൽ നിന്ന് കിട്ടും. ഒരു കാലത്ത് നമ്മൾ മറ്റേ വണ്ടികളെല്ലാം ബോംബെയിൽ നിന്ന്. ഫസ്റ്റ് വീട്ടിൽ വന്ന് MMG രജിസ്ട്രേഷനിൽ ഒരു അംബാസിഡർ അത് വന്നു. അതായിരുന്നു വീട്ടിലെ ഫസ്റ്റ് കാർ. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പെട്രോൾ അംബാസിഡർ. പിന്നെ അന്ന് പെട്രോളിന്റെ കൂടെ തന്നെ എല്ലാവരും ഡീസലും, ചിലപ്പോൾ ഡീസലും നേരത്തെ പറഞ്ഞ എഞ്ചിൻ മാറ്റലൊക്കെ ഉണ്ടാവും. അപ്പോൾ പക്ഷെ ഇപ്പം എന്താ വെച്ചാൽ ഒരു ഡീസലും കൂടെ വാങ്ങി. ഒരു വണ്ടിന്റെ പ്രൈസിന് ബോംബെക്ക് 2 വണ്ടി കിട്ടും. ആ 2 വണ്ടിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ജീപ്പ്, ട്രക്കർ, ഇങ്ങനെ കുറേ വണ്ടികളുണ്ടായിരുന്നു. ട്രക്കറിൽ എടുക്കാൻ കാരണം ഉണ്ടായിരുന്നു. ട്രക്കർ പറഞ്ഞാൽ കുറേ ആൾക്കാർ കയറും. ഹിന്ദുസ്ഥാൻ ട്രക്കർ അന്ന് മറ്റേ ബസ് സ്ട്രൈക്കെല്ലാം എപ്പോഴും ഉണ്ടാവും. അപ്പം നമ്മൾ കൺസ്ട്രക്ഷൻ ആയിട്ട് ലേബേഴ്സിനെ കൊണ്ടുപോകാൻ. അപ്പം വണ്ടി ട്രക്കർ ആകുമ്പോൾ ചില സ്ട്രൈക്കെല്ലാം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ആളെ വിട്ടിട്ട് ലേബേഴ്സിനെ കൊണ്ടുപോകും. അപ്പം അങ്ങനെ ആ പേർപ്പസിന് വണ്ടി വാങ്ങി. പിന്നെ നല്ലൊരു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മോഡേൺ വണ്ടി ഫസ്റ്റ് വാങ്ങുന്ന വീട്ടിൽ മാരുതി 800 ആണ്. അത് 800 തന്നെ 2-3 എണ്ണം മാറി. പിന്നെ ഇപ്പം വളരുന്ന സമയത്ത് വണ്ടികളും ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ 800 കോൺടസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, സ്റ്റീം. പിന്നെ അതിൻ്റെ ശേഷം പോളോ, അങ്ങനെ പോളോ യൂനോ അങ്ങനെ വാങ്ങി. പിന്നെ എനിക്ക് എക്സൈറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് വണ്ടി വാങ്ങുന്നത് ജിപ്സിയാണ്. അത് ഞാൻ പിരികേറ്റത് ചില വയനാട് സ്ഥലമുണ്ട്. ഏകദേശം ഫാദറും പുള്ളിയും കൂടി ഏകദേശം ഒരു മൈൻഡ് സെറ്റ്. അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ വയനാട്ടിലെ സ്ഥലം ഉണ്ടായിരുന്നുണ്ട്, ചെറിയ തോട്ടം. അപ്പം സാധനം ക്രോപ്പെല്ലാം കൊണ്ടുവരുമ്പോൾ ജീപ്പ് 540 ഉണ്ടായിരുന്നു. അപ്പോൾ അത് ലോക്ക് ചെയ്യാനും AC ഒന്നും ഇല്ല. നല്ല പറഞ്ഞാൽ നല്ല പിരിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. ജിപ്സി ആകുമ്പോൾ 2 പർപ്പസും നടക്കും. ആ സമയത്ത് ഭയങ്കര ട്രെൻഡാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന വണ്ടി. അങ്ങനെ ജിപ്സി വാങ്ങിയത് ഒരു 6 വർഷം ഉണ്ടായിരുന്നു. കോളേജിൽ ഉണ്ടാകുമ്പോൾ ഞാൻ ഇടയ്ക്കെല്ലാം കൊണ്ടുപോകാറുണ്ടായിരുന്നു. നമ്മളെല്ലാം കറങ്ങാനെല്ലാം പോകും. ജിപ്സി ഉണ്ടായിരുന്നു. ജിപ്സിന്റെ ശേഷം ഒരു പഴയ റേഞ്ച് റോവർ. അപ്പോഴേക്ക് ഞാൻ ഒന്ന് ഏൺ ചെയ്യാൻ തുടങ്ങി. 1985 മോഡൽ. പക്ഷെ എൻ്റെ ഫസ്റ്റ് ഞാൻ സ്വന്തം ഏണിങ്ങിൽ വാങ്ങിയത് അതൊരു ചെറിയ രസമുള്ള കഥയാണ്. നമ്മളെ കമ്പനിയുടെ 25ാം വാർഷികം 2005 നിൽക്കുമ്പോൾ ഇപ്പം എല്ലാവർക്കും ഇൻസെൻറ്റീവ് കാര്യങ്ങൾ പ്രോഗ്രാം ഉണ്ടാവും.
എനിക്കൊന്നും നന്നില്ല. അപ്പം ഞാൻ വലിയായിരിക്കും. പിറ്റേന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഒരു ചെറിയ കവർ തന്ന് ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു. എനിക്കുള്ളതാണ്. സാലറി എല്ലാം ചെറുതാ, കുറച്ചേ ഉള്ളൂ. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ബോണസ് ആയിട്ട് പോണം. അപ്പം ഇതെനിക്കുള്ള നിന്റെ അധ്വാനത്തിനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പിന്നെ നീ എന്താ ചെയ്യാന്ന് ഞാനൊരു കാറ് വാങ്ങുന്നതാണ്. അതൊരു സൺഡേ ആയിരുന്നു. സൺഡേ അന്ന് മനോരമയിൽ ക്ലാസിഫൈഡ് ഉണ്ട്. അപ്പം തന്നെ നോക്കി അതിൽ 1968 പഴയൊരു ബെൻസ് 220D. അത് പിറ്റേന്ന് അന്ന് തന്നെ തോന്നുന്നു ഞാനും ഉപ്പയും വൈഫും കൂടെ നമ്മൾ വണ്ടി എടുത്ത് അത്താണി C class ആണോ ഈ പഴയ 115 റെക്ടാംഗിൾ അല്ല അതിന്റെ മുന്നിലുള്ള വേർട്ടിക്കൽ 68. അങ്ങനെ അവിടെ പോയൊരു അച്ചായൻ, തോമസ് അച്ചായൻ, പുള്ളി അത്താണിയില്ല നമ്മളെ മറ്റേ എയർപോർട്ടിന്റെ അടുത്ത്. പുള്ളി അവിടെ ഉണ്ട്. 2-3 വണ്ടി ഉണ്ട് പുള്ളിയുടെ അടുത്ത്. പുള്ളി ഒന്ന് നാട്ടിൽ നിന്നും US സെറ്റിൽ ആകാൻ പോവാ. അപ്പൊ ഈ വണ്ടികളെല്ലാം കൊടുക്കുക. അതിലൊന്ന് ഈ വണ്ടി ബെൻസിന്റെ, പിന്നെ സ്കൗട്ട് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ സ്കൗട്ട് എന്നൊരു ജീപ്പാ, ലാൻഡ് റോവറിലും പോയത്. അത് ഇത് ഒറിജിനൽ ജീപ്പ്, ഒറിജിനൽ ജീപ്പ് അല്ല, ശരിക്കും സ്കൗട്ട് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ ഇടുക്കി ഡാമിന്റെ കൺസ്ട്രക്ഷന് പണ്ട് കൊണ്ടുവന്ന വണ്ടി. അത് മൂപ്പര് ഓപ്ഷൻ എടുത്ത. അപ്പൊ 2-3 വണ്ടി അവിടെ ഉണ്ട്. അപ്പൊ ഞാനത് പോയി കണ്ട്, വണ്ടിപ്പുരാന്നെല്ലാം കണ്ട് എൻ്റെ അടുത്തുള്ള പൈസക്ക് സംസാരിച്ച് പുള്ളി ഡീലാക്കി. എന്നെ ഇഷ്ടപ്പെട്ടിട്ട് മോനെ നീ ഇതും കൂടെ എടുത്തു. അതെടുക്കാനുള്ളത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതാണ് എന്റെ ഫസ്റ്റ് കാർ. അതിപ്പോഴും ഉണ്ടോ വണ്ടി? ഇല്ല, അത് കൊടുത്തു. ഭയങ്കര നഷ്ടമാണ്. വിന്റേജ് അത് പക്ഷെ ഞാൻ കൊടുത്തതെന്ന് വെച്ചാല് എൻ്റെ ഒരു ഫ്രണ്ട് ചെന്നൈയിലെ കളക്ടറാ. പുള്ളി ചോദിച്ചു, എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉള്ള ഒരാളാണ് സബീർ ഭായ്, ETA ഗ്രൂപ്പിൽ എൻ്റെ ഒരാളാണ്. പുള്ളിയുടെ അടുത്ത് നല്ല നല്ല വണ്ടികളുണ്ട്. അപ്പൊ പുള്ളി ഒരു ദിവസം നാട്ടിൽ കോഴിക്കോട് മുമ്പുകൾക്ക് നമ്മുടെ എന്താ ആതിരപ്പള്ളീൻ്റെ അടുത്ത് സ്ഥലമാണ്, ആതിരപ്പള്ളി അല്ല സോറി, പെരുവണ്ണാമൂഴിൻ്റെ അടുത്തൊരു സ്ഥലമുണ്ട് എന്താ. അപ്പം അതിന് വേണ്ടി വന്ന സമയത്ത് ഈ വണ്ടി ഉണ്ട് വീട്ടിൽ വന്ന സമയത്ത്. അപ്പോൾ പുള്ളി പറഞ്ഞ ആ കഴിഞ്ഞ് പോയപ്പോൾ വണ്ടി കൊടുക്കാൻ താല്പര്യമുണ്ടെന്ന്. ഞാൻ അന്ന് കുറച്ച് ഇപ്പൻ്റെ ബിസിനസ് അധികം ഇൻവോൾവ് ആയിട്ട് കുറച്ച് ശ്രദ്ധിക്കാതെ കിടക്കുന്നു. ഉപ്പ എപ്പോഴും ചീത്ത വരും, ഇപ്പോഴും പൊടി അടിച്ച് കിടക്കുന്നു, ഇങ്ങനെ വെക്കണ്ട കൊടുത്തോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പുള്ളി അന്ന് ചോദിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞു അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, നിങ്ങൾ ചോദിക്കുമെങ്കിൽ നോ പറയാനും പറ്റില്ല, അങ്ങനത്തെ ഒരു ബന്ധം. ചോദിച്ചു നിങ്ങൾക്ക് എത്ര കോസ്റ്റായി, വില ഞാൻ പറഞ്ഞു ഞാൻ പറയില്ലെന്ന്. കോസ്റ്റ് ആയത് ഞാൻ പറഞ്ഞു. ഞാൻ ഒരിക്കലും വണ്ടി ഫുള്ള് പെയിന്റ് എല്ലാം മാറ്റി പോളിസ്റ്ററെല്ലാം മാറ്റി ബാംഗ്ലൂർ കൊണ്ട് ചെയ്തു. മൊത്തത്തിലൊരു കോസ്റ്റ് പറഞ്ഞു. മൂപ്പര് അക്കൗണ്ട് വെച്ച് അത് പ്ലസ് 50,000 കൂട്ടിയിട്ട് ട്രക്ക് അതിന്റെ പൈസ ഞാൻ വേറെ തരാറുണ്ട്. അങ്ങനെ അത് കൊടുത്തത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു റേഞ്ച് റോവർ എടുത്തിട്ടുണ്ട്, ജിപ്സി കൊടുത്തിട്ട്. പക്ഷെ എന്റെ അന്നും ഇന്നും എന്റെ മനസ്സിൽ ഏറ്റവും ആഗ്രഹമുണ്ട് G-Wagon. അത് ഞാൻ കുറെ തപ്പി, അത് കിട്ടാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരിക്കല് ഒരു സമയത്ത് G-Wagon ഡൽഹി കൊടുക്കാണ്ട് പറഞ്ഞു. അത് ഞാൻ പോയി എടുത്തു, ഡൽഹിയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് തന്നു. അത് ഇപ്പോഴും എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ. ഏത് മോഡലാ? 89. അത് അതേ അടുത്ത് നേരത്തെ തന്നെ ഡൽഹിയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് തന്ന വൈറ്റ് കളറ്, പിന്നെ ഞാൻ ബ്ലാക്കിലാക്കി. അതിപ്പോഴും ഉണ്ട്. എന്നുവെച്ചാൽ കുറെ വണ്ടി എടുത്തു, ഞാൻ എടുക്കും വിൽക്കാന്ന്. പിന്നെ ബിസിനസ്സിലാകുമ്പോൾ വണ്ടി ആവശ്യമുണ്ട്. ഇന്നിപ്പോ ഞാൻ വണ്ടി എടുക്കാറില്ല. ഇവിടുത്തെ എന്തായാലും ഒരു മീഡിയ വണ്ടി ഉണ്ടാവും. വീട്ടില് വൈഫിന്റെ ഒരു വണ്ടി, ഉപ്പന്റെ വണ്ടിയും G-Wagon ഉണ്ട്. ഞാനെപ്പോഴും മീഡിയ വണ്ടി ഉപയോഗിക്കാം, നമുക്ക് ടെസ്റ്റ് റിപ്പോർട്ടും കാരണം കൊടുക്കും. അപ്പം അങ്ങനെ ഇപ്പോൾ വണ്ടീൻ്റെ ചെയ്യണം എങ്ങനെ പോകുന്നു. ഞാനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കാറുണ്ടായിരുന്നില്ല, കാരണം അച്ഛൻ സെൻട്രൽ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം അച്ഛൻ എപ്പോഴും ട്രാവലിംഗ് ആയിരുന്നു. അപ്പം ഞാൻ ആദ്യം വണ്ടി മേടിക്കുന്നത് ചെന്നൈയിൽ, ഞാൻ MBA കഴിഞ്ഞിട്ട് ജോലി കിട്ടിയിട്ട് ചെന്നൈയിലായിരിക്കും. അന്ന് അച്ഛനും അമ്മയും ചെന്നൈയിൽ തന്നെയാണ്. അതാണ് മൃദുലേനെ കാണുന്നതും. ആ സമയത്ത് ആണ് ഞാൻ ഈ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരു നമ്മുടെ ഹുണ്ടായി ഗെറ്റ്സിൻ്റെ ഒരു പ്രത്യേക കളറായിരുന്നു, നല്ലൊരു ബ്ലൂ, ഒരു ഭയങ്കര വെട്ടിത്തിറങ്ങുന്ന ഒരു ബ്ലൂ കളർ വണ്ടിയായിരുന്നു. നല്ല വണ്ടിയായിരുന്നു കേട്ടോ അത്. എനിക്ക് ഭയങ്കര നല്ല വണ്ടിയായിരുന്നു അത്. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ വണ്ടി. അത് നല്ല കുറേ ഡ്രൈവൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ ECRലൊക്കെ, ചെന്നൈയിലൊക്കെ നല്ല രസമാണ് വണ്ടി ഓടിക്കാൻ. എന്നിട്ട് പക്ഷെ ആ സമയത്താണ് ഈ 2007 UK വരാനുള്ള. അപ്പം പിന്നെ ആ വണ്ടി പെട്ടെന്ന് കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നിട്ടും കോമഡിയാണ്, കാരണം കഴിഞ്ഞ് മൃദുല വന്ന ഉടനെ തന്നെ മൃദുലയ്ക്ക് ജോലി കിട്ടിയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജോലി കിട്ടി. പിന്നെ എന്താ പറയുക, അവർ പറഞ്ഞു താഴെ ഒരു കാറ് കിടക്കുന്നുണ്ട്, അത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. വെച്ചാൽ കമ്പനി കാറാണ്. അപ്പം ഞാൻ എന്നിട്ട് ഇവിടെ നമ്മുടെ സ്ലൗവിൽ വന്നിട്ട് ടെസ്കോയിൽ വന്നിട്ട് ഒരു മറ്റേ ടോം അന്നത്തൊക്കെ ഉണ്ട്, ടോം ഒക്കെ മേടിച്ച്, ഗോൾഫാണ്, Volkswagen ഗോൾഫ്. എന്നിട്ട് പിന്നെ ആ വണ്ടി ഞങ്ങൾ കമ്പനി കാറായതുകൊണ്ട് അത് തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ തന്നെ ഒരു കാർ മേടിച്ചു. അന്ന് ആദ്യം പുതിയതായിട്ട് ബ്രാൻഡ് ന്യൂ ആയിട്ട് മേടിച്ചാണ് നമ്മുടെ സ്കോഡ ഒക്ടേവിയ. അത് ഇപ്പോഴും ഉണ്ട് നമ്മുടെ അടുത്ത്, കൊടുത്തിട്ടില്ല. അന്ന് അത് മേടിച്ചപ്പോൾ 10-15 വർഷമായി. 15 വർഷമായി. ഇപ്പോഴും ആ വണ്ടിക്ക് ഇതുവരെ ഒരു എന്താ പറയുക പ്രശ്നം വരില്ല. പിന്നീട് പിന്നെ ഒരു Volkswagen ടോറൻ മേടിച്ചു. എനിക്ക് ഞാൻ പണ്ട് ലണ്ടനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ട്രെയിനിലാണ് പോയിരുന്നത്. അപ്പം പിന്നെ എനിക്ക് കുറച്ച് ഈ സൈഡിലേക്ക് വന്നപ്പോൾ ഡ്രൈവ് ചെയ്യേണ്ടി വന്നപ്പോൾ, പിന്നെ ആ സമയത്ത് പാരൻസ് ഒക്കെ വരുന്ന സമയമായിരുന്നു. അപ്പം പിന്നെ ഒരു 6 സീറ്റർ വേണമെന്ന് പറഞ്ഞിട്ട്.
പക്ഷെ അത് ഭയങ്കര കോമഡി അല്ല. ഞാനൊരു ദിവസം ഓഫീസിലേക്ക് പോണ സമയത്ത് ആൾക്കാർ ബാക്കിൽ വന്നിട്ട് ഹോങ്കിയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ലൈനിൽ നിന്ന് സെക്കൻഡ് ലൈനിലേക്ക് മാറി. പിന്നെ ആൾക്കാർ വന്ന് ഹോങ്കിയാണ്. ഞാനാണെങ്കിൽ ഓഫീസിലൊരു കോളിലാണ്. പിന്നെ ആൾക്കാർ വന്നിട്ട് ഫ്ലാഷ് ചെയ്യുക. പിന്നെയും അപ്പം ഞാൻ ഏറ്റവും സ്ലോവസ്റ്റ് ലൈനിലേക്ക് പോയി. അപ്പോൾ ഒരാൾ ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് സൈഡ് വന്നിട്ട് പറഞ്ഞു ദെർസ് ഫയർ ഓൺ യുവർ കാർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഈ ലൈനിൽ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുക. നോക്കുമ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് നോക്കുമ്പം ചെറുതായിട്ട് അന്ന് ഞാൻ ഒരു വിൻ്റർ സമയത്താണ്. ഞാൻ ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് ഞാൻ പോയത്. ഡീസലാണ്. ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് പോകണം മോട്ടോർ എന്നിട്ട് ഹാർഡ് ഷോൾഡറിൽ നിർത്തിക്കുക. അപ്പം നോക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കത്തുണ്ട്. അപ്പം ഞാനങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെറിയ വടി എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ആക്കാൻ വേണ്ടി നോക്കിയിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു ബാക്ക് സൈഡ് നല്ലോണം കത്താൻ തുടങ്ങി. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ തുറന്നിട്ട് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് എടുത്തു. അപ്പം തന്നെ 999 വിളിച്ചു. ഒരു 3 മിനിറ്റ്സിനുള്ളിൽ സംഭവം ഒരു 40% കത്തി. അപ്പോഴത്തേക്കിങ്ങനെ എത്തിയിട്ടോ ഒരു 4 മിനിറ്റ്സിൽ 3 ഫയർ എഞ്ചിൻ്റെ വണ്ടിയൊക്കെ വന്നു. അവർ കംപ്ലീറ്റ് M4 ഒക്കെ ബ്ലോക്ക് ചെയ്ത് എല്ലാവരും നോക്കി. ഞാനവിടെ ഫോണൊക്കെ പിടിച്ച് ഇങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കും. എന്നിട്ട് അതൊരു 50-60% കത്തി. അത് അവർ ഫുൾ കെടുത്തിയപ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് കത്തിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അത് കാരണം കത്താനൊരു ഇതുമില്ല, എന്തോ ഫ്രിക്ഷനോ എന്തോ കൊണ്ട് കത്തിയതാണ്. കാരണം അല്ലാതെ എഞ്ചിൻ സൈഡിൽ നിന്നല്ല, ബാക്ക് സൈഡിലാണ്. എന്നിട്ട് ഞാൻ അപ്പം തന്നെ മൃദുലനെ വിളിച്ചിട്ട് ഒരു 2 മിനിറ്റ് വർത്താനം പറഞ്ഞു. എന്തൊക്കെയാണ് സുഖമല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു വേറൊരു കാര്യം കേട്ടോ, നമ്മുടെ വണ്ടി കത്തിപ്പോയി. കാരണം ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കും. പക്ഷെ അത് ഭയങ്കര ഇപ്പം അത് ഞാൻ ആലോചിക്കും. അന്ന് പാരൻസ് ഒക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ബാക്ക് സീറ്റ് 6 സീറ്റർ ബാക്ക് സീറ്റിൽ 2 സീറ്റ് അങ്ങനെ അതിന് ആൾക്കാർ ഇറങ്ങണേ തന്നെ സമയം എടുക്കും. അപ്പം വണ്ടി പെട്ടെന്ന് ലോക്ക്ഡൗൺ ചെയ്യും. എനിക്കൊരു അങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര അൺഫോർച്ചുനേറ്റ് സംഭവമായിരുന്നു. പക്ഷെ അത് കാരണം എനിക്ക് ഇതുണ്ടായിരുന്നു, ഫുൾ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഫുൾ എമൗണ്ട് തിരിച്ചു കിട്ടി. എന്നിട്ട് ഞാനൊരു Audi A6 മേടിച്ചു, ബ്രാൻഡ് ന്യൂ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയായിരുന്നു. കാരണം അത് നല്ലോണം നിലത്തൊക്കെ ഇരുന്ന് പോകണം, നല്ല സ്റ്റേബിൾ വണ്ടിയായിരുന്നു. പിന്നെ A6 മേടിച്ചിട്ട് പിന്നെ ഞാൻ Q5 മേടിച്ചു. Q5 മേടിച്ചിട്ട് പിന്നെ അത് കുറച്ചാലും യൂസ് ചെയ്തത്. നല്ല ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു, നല്ല ഓടിക്കാനൊക്കെ നല്ല കംഫർട്ടബിളാണ്. പിന്നീട് ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് മേടിച്ചത് നമ്മുടെ BYD പ്ലഗ്-ഇൻ ഹൈബ്രിഡാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഈ നമ്മുടെ കുറച്ച് അണ്ടർ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ കംഫർട്ടബിളും ടെക്നോളജി വൈസൊക്കെ നല്ല വണ്ടിയാണ്. അതുപോലെ വേറൊരു വണ്ടി ഉള്ളത് നമ്മുടെ മൃദുല കുറേ കാലം ഒക്ടേവിയ ഓടിച്ചിട്ട് മക്കൾ പറയും അച്ഛൻ മാത്രം ഇങ്ങനെ കാർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, അമ്മയ്ക്ക് എപ്പോഴും ഒരു പഴയ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങനെയാണ് നമ്മളൊരു A-class സലൂൺ മേടിച്ചത്. ഈ ടോറേക്കിനെ കുറിച്ച് പറയുമ്പോൾ വണ്ടി പ്രാന്താണ്ട് തന്നെ വരും. ടോറേക്ക് ഉള്ളായിരുന്നു ആകെ ഒരു V10 ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്ന ഒരു SUV. V10 കുറച്ച് കാലം ഉണ്ടായിട്ടുള്ളൂ തുടക്കത്തിൽ. അപ്പം അങ്ങനെ ഒരു വണ്ടി നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു. അത് കല്യാണിൻ്റെ വണ്ടിയായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഞാൻ എൻ്റെ അടുത്ത് ഈ പഴയ റേഞ്ചർ ഉണ്ടാകുമ്പോൾ നമ്മൾ ഷൊർണൂർ ഒരു KSEBിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്. നമ്മൾക്കത് ബിൽഡർ ആയതുകൊണ്ട് മീറ്ററില്ലേ, ഈ ഇലക്ട്രിക് മീറ്റർ, അത് അവിടെ കൊണ്ടുപോയിട്ട് സീൽ ചെയ്യണം. നമ്മൾ ഏജൻസിനെ ഏൽപ്പിക്കും. നമുക്ക് ചിലപ്പോൾ കുറേ എല്ലാം ഉണ്ടാകുമ്പോൾ 10-30 ഫ്ലാറ്റ് ഉണ്ടാകുമ്പോൾ ഒന്നായിട്ടാകുമ്പോൾ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നല്ല മാർജിൻ ഡിഫറൻസ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ സമയമാണ്, കുട്ടികളൊന്നും ആയിട്ടില്ല. എൻ്റെ മുന്നേ അപ്പം എൻ്റെ അടുത്ത് റേഞ്ച് റോവർ ഉണ്ട്. ഞാനും വൈഫും എൻ്റെ ഒരു കസിൻ്റെ ഹാബിൽ, എൻ്റെ അനിയത്തിന് പോകാൻ ചെറുതാണ്. ഞങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോളാം, ഇതിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ. ഞാനും മോളും കൂടെ ഇതിലെല്ലാം വെച്ച് പോകുന്ന വഴിയിൽ അന്ന് കല്യാണിൻ്റെ ഒരു ഡ്രൈവർ ഉണ്ട്, ലാലൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഹുമയൂൺ, കൈരളി TMTയുടെ, അവൻ്റെ ഡ്രൈവറായിരുന്നു ആദ്യം. അപ്പോൾ ലാലനാണെന്ന് കരുതി ഞാൻ പിന്നാലെ പോയി. ഞാൻ പഴയ ഒരു റേഞ്ച് റോവറിലാണ് പോകുന്നതെന്ന് ഓർക്കണം. ഇത് V10 വണ്ടിയാണ്. പിന്നാലെ കുറെ പോയി, പിടിച്ചു കിട്ടുന്നില്ല. പക്ഷെ ഞാൻ ഓവർടേക്ക് ചെയ്തു. ലാലിനല്ല, വേറെ ഡ്രൈവറാണ് പോകുന്നത്. അപ്പോഴേക്ക് ഇവര് വേറെ പാനിക്കായി. കല്യാണിന്റെ വണ്ടിയാണ്, എന്താ ഒരു ബ്രേക്ക് ഇട്ട് ഇന്നോട്ട് കറ്റാ പോക്കുപോയി. അപ്പൊ ശരിക്കും എനിക്ക് പവർ കാണാൻ പറ്റും. പക്ഷെ ഞാൻ വണ്ടി കാണാനുള്ള ആവശ്യത്തില്ല ചെയ്ത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. വീട്ടിൽ ഭയങ്കര പവർഫുൾ വണ്ടി. എനിക്ക് തോന്നുന്നു പിന്നെ നമ്മളൊക്കെ പഠിച്ച സമയത്ത് ഇന്ത്യയിൽ ആ ഒരു അപ്പാർട്ട് ഫ്രം നമ്മുടെ മെഴ്സിഡീസ് ബെൻസ് അല്ലാതെ വേറെ ഫോറിൻ ബ്രാൻഡ്സ് ഒന്നും ഇല്ലല്ലോ. അന്ന് ആ സമയത്തൊക്കെ വണ്ടി സ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് വലിയ സംഭവമാണ്. പിന്നെ എന്താ പറയുക, ഒരു BMW ഇത് കാണുക, അല്ലെങ്കിൽ പെജേറോ കാണുക, അങ്ങനത്തെ വണ്ടികൾ കാണും. ഇപ്പം പ്രത്യേകിച്ച് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ നല്ല വണ്ടികളുള്ളത്. മലപ്പുറത്ത്, കോഴിക്കോട് ഭാഗത്ത്. ഇപ്പോഴാണെങ്കിലും നാട്ടിൽ ചെല്ലുമ്പോഴും ഇവിടത്തെക്കാട്ടിലും നല്ല വണ്ടികൾ നമ്മൾ അവിടെ കാണും. നമ്മൾക്ക് അല്ലെങ്കിലും ഉപ്പെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് മുതലേ നമ്മളെ കോഴിക്കോട്
ഇംബാല, അതുപോലത്തെ ഷവർല, ഇങ്ങനത്തെ പല ഉള്ള വലിയ പണക്കാരത്തുള്ള പൈസ വണ്ടി ഉണ്ടാവും. മലപ്പുറത്തും ഉണ്ടാവും. അതെല്ലാം കോഴിക്കോട് വരും ചെയ്യും. പണ്ടേ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കൈ വെച്ചിട്ട് പോയതെല്ലാം ഉപ്പൻ്റെ ഒരു ആസ്പിറേഷനിലുണ്ടായിരുന്നു. അതിപ്പോഴും ഈ ഒരു ഭാഗത്ത് ശരിക്കും കാണാം. കൊച്ചിയാണ് മെട്രോപൊളിറ്റനെങ്കിലും നല്ലൊരു ശതമാനം മലബാർ ഏരിയയിലാണ് ഇങ്ങനത്തെ വണ്ടികൾ. കാരണം എനിക്ക് തോന്നുന്നത് നമ്മൾ എപ്പോഴും നാട്ടിലൊക്കെ പറഞ്ഞ കാര്യം, ഇപ്പം പിന്നെ കൊച്ചി ഒക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ കുറച്ചും കൂടി ഷോ ഓഫ് എന്നുള്ള പർപ്പസിൽ വണ്ടി അത്ര നല്ല വണ്ടി മേടിക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ പിന്നെ മലപ്പുറത്തൊക്കെ പിന്നെ മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് ബാക്കിലൊക്കെ ഇരുന്നിട്ടൊക്കെ, പക്ഷെ വരുന്ന വണ്ടി വലിയ ടോപ്പ് വണ്ടി ആയിരിക്കും. മലപ്പുറത്ത് വരെ എന്താ വെച്ചാൽ നമ്മൾ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് വാങ്ങില്ല, അത് ലാഭവും ഇതിനുള്ളതാ വാങ്ങുന്നത്. അതായത് ശരി കേട്ടോ, അത് നമ്മളിപ്പോഴും ഇപ്പം നമ്മൾ ഗൾഫിലെല്ലാം പോയാലും വണ്ടി വാങ്ങുന്ന നല്ല ശതമാനം ആൾക്കാരിൽ പർപ്പസ് നോക്കി വാങ്ങുന്നവരുണ്ട്, അല്ലാതുണ്ട്. അത് ഈ നമ്മളെ ഈ മലബാറി ആൾക്കാർക്ക്, മലപ്പുറം, കോഴിക്കോട് പ്രത്യേകിച്ച്, പിന്നെ കണ്ണൂർ കുറച്ചുണ്ട്, ഒരു ആഗ്രഹം കൊണ്ട് വാങ്ങുന്നത്. അതിൽ ചിലപ്പോൾ ഉള്ള കാശിനോട് കുറച്ച് കടം വാങ്ങിയിട്ടാണ് നല്ല വണ്ടി വാങ്ങാന്നുള്ള ആ ഒരു ഇതുണ്ട്, ആക്ട് ഉണ്ട് ഇപ്പോഴും. അപ്പം ഇനിയിപ്പം ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ അധികം ടെക്നിക്കൽ സാധനത്തിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇപ്പം നമ്മുടെ ഈ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി, ഞാനും ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങളുടെ കമ്പനി ഈ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഈ ഓട്ടോമോട്ടീവ് ഡീലർഷിപ്പ് സോഫ്റ്റ്വെയർസ് ആണ്, എൻഡ് ടു എൻഡ് സൊല്യൂഷൻ. ഈ പിന്നെ ആഫ്റ്റർ സെയിൽസ് അക്കൗണ്ടിങ് എല്ലാം സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ഈ ERP സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് നമ്മുടെ BMW, Mercedes Benz ഒക്കെ OEMs ആയിട്ടൊക്കെ ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പം പക്ഷേ ഈ ഇൻഡസ്ട്രി ഇപ്പം വലിയ ചേഞ്ചിലൂടെ കടന്നു പോകണം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡീലർഷിപ്സ് ഒക്കെ മാറി ഏജൻസി മോഡലിലേക്ക് മാറുന്നു. പിന്നെ EV എന്ന് പറഞ്ഞ സംഭവം വലിയൊരു ചേഞ്ചാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഈ പുതിയ ജെൻസി ആൾക്കാർക്ക്, കുട്ടികൾക്ക് വണ്ടി ഓണർഷിപ്പിനോട് വലിയൊരു താല്പര്യമില്ല. കാരണം എന്തിനാണ് വണ്ടി, കാരണം ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യുക എന്നുള്ളൊരു സംഭവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റലൈസേഷനൊക്കെ ബാക്കി എല്ലായിടത്തും വന്നെങ്കിലും ഈ കാർ ബൈങ് എക്സ്പീരിയൻസ് ഇപ്പോഴും കുറച്ച് ബാക്കിലാണ്. ഇപ്പോഴും കുറച്ചൊരു മാത്രമല്ല, ഇപ്പോൾ നമ്മളൊരു സെയിൽസ് അടുത്ത് പോയി കഴിഞ്ഞിട്ട് പറയുമ്പോൾ അവർ കൂടുതലും ട്രൈ ചെയ്യുന്നത് അവർക്ക് അവിടെ സംഭവം സ്റ്റോക്കുള്ള വണ്ടി എങ്ങനെയെങ്കിലും സെല്ല് ചെയ്യാനുള്ള ശ്രമം നടക്കും. കൂടുതൽ ആൾക്കാർ നമ്മൾ പോകുന്ന ആൾക്കാർക്ക് ഇപ്പം അവരെക്കാളും വിവരം ഉണ്ടാവും കാറിനെ കുറിച്ചിട്ട്. അപ്പോൾ കാർ ബൈങ് എക്സ്പീരിയൻസ് ഇപ്പോഴും അത്ര സ്മൂത്ത് ഒന്നുമല്ല. അപ്പോൾ ഇന്ത്യയിൽ ഒരു കാർ ഇൻഡസ്ട്രി ഇപ്പം എങ്ങനെ എവിടെ നിൽക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത് ഗ്ലോബലി തന്നെ അനു പറഞ്ഞ പോലെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ടൈമിലാണ്. ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു കൺവെൻഷണൽ കാർ ബൈങ് എക്സ്പീരിയൻസ് മാറി, കൺവെൻഷണൽ കാർ രീതി മാറി. വലിയൊരു കാര്യമാണ് അനു പറഞ്ഞത്. പുതിയ ജനറേഷന് വണ്ടി ഒരു ആസ്പിറേഷണൽ വാല്യൂ അല്ല, കമ്മ്യൂട്ടിങ് എലമെന്റ് മാത്രമായി. അതുപോലെ തന്നെ ഓണർഷിപ്പ്. ഇപ്പം നമ്മളെ ഇന്ത്യൻസിൻ്റെ ഒരു ഇത് എടുത്തു കഴിഞ്ഞാൽ പൊതുവേ നമ്മളെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒരാളെ ലൈഫിൽ വീടായിരിക്കും, നോർമൽ ആൾക്കാർ കേട്ടോ. രണ്ടാമത്തെ വലിയ ഇൻവെസ്റ്റ്മെന്റ് വണ്ടിയാണ്. അപ്പോൾ അതൊരു ഒക്കേഷനാണ്. ഒരു വണ്ടി വാങ്ങുന്ന പറഞ്ഞാൽ ഒരു ആഘോഷിക്കപ്പെടുന്ന സാധനം. അതുകൊണ്ടാണ് ഇന്നും ഡീലർഷിപ്പ് പോയിട്ട് ചടങ്ങും കാര്യങ്ങളും. അതൊരു ഒക്കേഷനാണ്. ഈവൻ സെക്കൻഡ് ഹാൻഡ് കാർ ആണെങ്കിൽ പോലും അതൊരു അങ്ങനെ കിട്ടുന്ന സന്തോഷം അതിപ്പോഴും അങ്ങനെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇവിടെയും അത്ര വലിയ മാറ്റമൊന്നുമില്ല. എന്നാലും ആൾക്കാർ അത് ഗ്ലോബലി സെക്കൻഡ് ലാർജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് വണ്ടിയാണ്. പക്ഷെ ഈ പുതിയൊരു ജനറേഷനിൽ വീടും പിന്നെ അതുപോലത്തെ വണ്ടിയൊന്നും വാങ്ങേണ്ടതില്ല. താമസിക്കണ നല്ല റെന്റ് എടുക്കാം, ബോറടിച്ചാൽ മാറ്റാം. ഇപ്പോൾ ഫേർണിച്ചറിൽ തന്നെ വലിയൊരു മാറ്റമുണ്ട്. എൻ്റെ വൈഫ് ആഗ്രഹമായിട്ടാണ് എനിക്കറിയാം. നമ്മൾ പണ്ട് വലിയ ആശയറിനെ വെച്ച് വലിയ മടത്തിൻ്റെ ഇതുണ്ടല്ലോ, അതെല്ലാം മാറി. ഇപ്പോൾ ഐക്യ പ്രോഡക്റ്റ് എടുക്കുന്നത് ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ മടുത്ത് കഴിഞ്ഞാൽ മാറ്റം. ഇതെല്ലാം നമ്മൾ പണ്ട് ഗൾഫിൽ മാത്രം കേട്ടിരുന്ന കാര്യമല്ല, ഇന്നിപ്പോൾ ഇവിടെ കാണും. ഈ ഒരു മാറ്റം ജനറലി ഉണ്ട്. ജെൻസീൻ്റെ ഇടയിൽ ഇത് പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റ് തോട്ടിലുള്ള ഭയങ്കര മാറ്റം ഉള്ളത്. ഇപ്പം ലൈഫ് എൻജോയ് ചെയ്യാം, ഇതാണ് പൊതുവെയുള്ള പണ്ടത്തെ സേവിങ്സ് എന്നുള്ളതിൻ്റെ തോട്ടെല്ലാം മാറി. അപ്പോൾ ഈ വണ്ടിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നിട്ട് നല്ല ലീസിങ് പ്രോഗ്രാമുകൾ, അത് ഇലക്ട്രിക്കലാണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കിന്റെ ഭാവി ഇന്നും നമുക്കറിയില്ല. കാരണം അത് തുടങ്ങിയിട്ട് ഒരു 10 വർഷം ഇതിൻ്റെ ഒരു വലിയൊരു ഇതായിട്ടുള്ളൂ. അപ്പം ഇതെങ്ങനെ ബാറ്ററി ലൈഫ്, എങ്ങനെ ബാറ്ററി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റീസെയിൽ വാല്യൂ എന്താ, ഇത് വലിയൊരു ക്വസ്റ്റ്യനാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ, ലീസ് ചെയ്ത് കഴിഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന പൈസ കൊടുത്ത് ഫ്രീ ആയി എന്നുള്ള. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു മാറ്റത്തിൻ്റെ 2-3 ഘടകങ്ങളിലുണ്ട്. അതിൽ ഒരു ഇപ്പം ബൈങ് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ മെർസിഡീസ് ബെൻസ് ഇന്ത്യയിൽ ഒരു സാധനം തുടങ്ങി, റീറ്റെയിൽ ഓഫ് ഫ്യൂച്ചർ. അത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. ഇപ്പം ഡീലർഷിപ്പ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്ലാമറസ് ആണെങ്കിലും വലിയ പ്രോഫിറ്റബിൾ അല്ല. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ മണി ഡെഡ് മണി ആയിട്ട് കാണണം, പേരും പ്രശസ്തിയും കിട്ടും. പക്ഷെ പൈസ കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. കാരണം ഒരുപാട് സർവീസിലാണ് മെയിനായിട്ട് പൈസ കിട്ടുന്നത്. അതെ. പിന്നെ ഈ ഇൻവെസ്റ്റ്മെന്റ് മറ്റെന്താ പറയുക, ഷോറൂമിനും മറ്റതും, പിന്നെ ഇവർ പറഞ്ഞ കോർപ്പറേറ്റ് ഡിസൈൻ എല്ലാം ഉണ്ടോ. പിന്നെ ഈ ഡെഡ് സ്റ്റോക്ക് വലിയ പ്രശ്നമാണ്. ഇൻവെന്ററി കോസ്റ്റ് ഭയങ്കര കൂടും.
ഇപ്പോൾ ഈ മെർസിഡീസ് ചെയ്ത് എങ്ങനെ വെച്ചാൽ സ്റ്റോക്ക് ഒന്നും ഡീലർഷിപ്പ് വെക്കേണ്ട, ഡീലർ ഒരു ഏജന്റ് പോലെ നിന്ന് നമ്മൾ തന്നെ സെയിൽ ചെയ്യും. അപ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും അവർക്ക് GST എടുത്തിട്ട് അവരങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഗുണം എന്ന് വെച്ചാൽ വണ്ടിക്ക് വാല്യൂ ഉണ്ട്. മറ്റെന്താ ഡീലർഷിപ്പ് തമ്മിൽ തർക്കിച്ച് ഡിസ്കൗണ്ട് വില പോകും. രണ്ടാമത് ബൈ ചെയ്യുന്ന ആളുകൾക്കും ഒരു സോളിഡ് ആയിട്ടൊരു സാധനം കിട്ടും. അപ്പോൾ ഈ പറഞ്ഞാൽ പുഷ് ചെയ്യുന്നില്ല. കസ്റ്റമറുടെ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാന്നുള്ളതാണ്. അത് വലിയൊരു കാര്യം. കാരണം മുമ്പ് എനിക്കറിയാം, നമ്മളിപ്പോൾ ഡീലർഷിപ്പിൽ പറഞ്ഞ ഒരു വൈറ്റോ എല്ലാം സേഫായിട്ട് വൈറ്റും ബ്ലാക്കും സിൽവറെ വാങ്ങി. അപ്പോൾ ഒരു ചോപ്പ് വണ്ടി വേണോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഉണ്ടാവില്ല. അവരതിന് കാരണം സെയിൽസ്മാൻ ടാർഗറ്റ് നോക്കാണ്ടുള്ളൂ. അവനക്ക് ആ മാസം കിട്ടുന്ന ഇൻസെൻറ്റീവ് ആയിരിക്കും വാല്യൂ. അപ്പോൾ അവൻ ആ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് വണ്ടി പിടിപ്പിക്കും. ഇന്നിപ്പോൾ ആ പ്രശ്നമില്ല. ഇന്ത്യയിൽ എവിടെ സ്റ്റോക്കിൽ ആ കളർ ഉണ്ടോ വണ്ടി കിട്ടും. അപ്പം ഇങ്ങനത്തെ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് പലരും അഡോപ്റ്റ് ചെയ്യാൻ നോക്കുക. അത് എനിക്ക് തോന്നുന്നു അത് ഏറ്റവും അവർ ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഡീലർഷിപ്സിന്റെ പവർ കളയാന്നുള്ളതാണ്. പക്ഷെ അതൊരു നല്ലൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. സ്പെസിഫിക്കേഷൻസ് ചൂസ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പം കോഴിക്കോടുള്ള റിഡ്ജ് ബൈ മോട്ടോഴ്സിലെ വളരെ ക്ലോസ് ഫാമിലി ഫ്രണ്ട്. അപ്പം അവരോടെല്ലാം സംസാരിച്ചപ്പോൾ അവരെല്ലാം ഹാപ്പിയാണ് ശരിക്കും. കാരണം ഇൻവെന്ററി കോസ്റ്റ് ഇല്ല. അതിങ്ങനെ ഡെഡ് മണി ആയിട്ട് കിടക്കും. അതിന് വരും എന്താ പറയുക, മന്ത്ലി കൊടുക്കുന്ന കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റും അത് സ്റ്റോക്ക് കിടക്കുമ്പോൾ യാർഡിന്റെ കോസ്റ്റും ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും മെച്ചാണ്. ഷോറൂം സൈസ് കുറഞ്ഞു, ഷോറൂം നല്ല പറഞ്ഞ ഷോ വിൻഡോ മാതിരി ആവും. അങ്ങനത്തെ രീതിയിലൊക്കെ മാറുന്നു. അതേപോലെ തന്നെയാണ് ഈ വണ്ടിയിൽ വരുന്ന മാറ്റം. ഇപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇലക്ട്രിഫിക്കേഷൻ വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷെസാദ് എന്ന് പറഞ്ഞൊരു സീനിയർ ജേർണലിസ്റ്റ് ഉണ്ട്, ഡേറ്റ് സംസാരിച്ച ഇവിടുത്തെ ഒരു റൂളും കൂടെ മനസ്സിലായത്. അതായത് ഒരു മാനുഫാക്ചർ 20% ഇലക്ട്രിക് വിറ്റിട്ടില്ലെങ്കിൽ അവർക്ക് ഫൈനാണ്. അപ്പോൾ ഈ പുതിയ മാനുഫാക്ചേഴ്സ്, ഈ പ്രത്യേകിച്ച് ചൈനീസ് മാനുഫാക്ചേഴ്സിനെ ഗുണം വെച്ചാൽ അവർ മേജർലി വിൽക്കുന്ന ഇലക്ട്രിക്. അപ്പോൾ അത് മാച്ചപ്പ് ചെയ്ത് പോകും. അപ്പോൾ എന്താ ക്രെഡിറ്റ് സിസ്റ്റം ഉണ്ട് ഒരു കൊല്ലാണ്ടുള്ളത്. അതെന്താ പറ്റുന്ന വെച്ചാൽ കൺവെൻഷണൽ കാർ മേക്കേഴ്സിന് അടിയാണ്. അവരത് മെല്ലെ മെല്ലെ ഒരു ഡൈ ആവും. അപ്പോൾ ഈ പുതിയ കാർ മാനുഫാക്ചർ വരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇപ്പം കുറേ യൂറോപ്പിലെല്ലാം പ്രത്യേകിച്ച് ജർമ്മൻസ് എല്ലാം വീണ്ടും റീതിങ്ക് ചെയ്യാൻ തുടങ്ങി. ഫുൾ ഇലക്ട്രിക് എന്നുള്ളത് മാറി. ഇപ്പം മെർസിഡീസും BMW പോർഷെല്ലാം അനൗൺസ് ചെയ്തു നമ്മൾ ഫുൾ ഇലക്ട്രിക്കിലേക്ക്. നമ്മളൊരു മോഡൽ ഇറങ്ങിയാൽ അതിന്റെ എല്ലാം ഉണ്ടാവും. ഇലക്ട്രിക് ഉണ്ടാവും, ഹൈബ്രിഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഐസും ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് വരികയാണ്. കാരണം ഇലക്ട്രിക് നോക്കുമ്പോൾ ഒരു മെയിൻലി ടാർഗറ്റ് ചെയ്യുന്ന ചൈന മാർക്കറ്റ്. ചൈനയിൽ അവരെ സ്വന്തം വണ്ടികൾ നന്നായിട്ട് ഇറക്കാൻ തുടങ്ങി. അപ്പോൾ ആളുകൾക്ക് അവിടെ മതി. പ്രൈസ് വാല്യൂ ഭയങ്കര. ഇപ്പൊ BYD എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രാൻഡ്സ് ഞാൻ മനസ്സിലാക്കിയെടുത്തു. ഒരു വണ്ടി വാങ്ങുമ്പോൾ നമ്മളൊരു മറ്റുള്ള ഈക്വലൻ ബ്രാൻഡ് അല്ലെങ്കിൽ ഇത്രയും ഫീച്ചറുള്ള ഒരു ബ്രാൻഡ് വാങ്ങുന്ന പ്രൈസ് കുറവാണ്. 20-30% കുറവാണ്. എനിക്ക് കാണിച്ചു തന്നപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു. ക്വാളിറ്റി മെറ്റീരിയൽ ഒക്കെ ഇപ്പം നമ്മളെ മിഡിൽ ഈസ്റ്റിലുള്ള ഫ്രണ്ട്സ് എല്ലാം പറയും. ഇപ്പം കുറേ വർഷമായിട്ട് ടൊയോട്ടയും അതുപോലെ തന്നെ ജാപ്പനീസ് ബ്രാൻഡ് പ്രത്യേകിച്ച് ടൊയോട്ട, മിത്സുബിഷി അല്ലെങ്കിൽ നിസാനെല്ലാം വാങ്ങി ഒരു ഹാപ്പി ആയിരുന്ന ആൾക്കാരുണ്ട്. ഒരു ഹാപ്പി എന്ന് പറഞ്ഞാൽ ഒരു തോട്ടില്ല വേറെ, സർവീസ് കുറവാണ്. അവരെല്ലാം നല്ല നല്ല ജെട്ടൂറും BYDയും മറ്റേ GSC ഇങ്ങനെയെല്ലാം മാറുക. ചോദിച്ചാൽ പറയുന്നത് എന്താ, ഇനിയിപ്പോൾ എന്താ 10 കൊല്ലം വാറണ്ടി ഉണ്ട്, വണ്ടി പണിയാലും 3 കൊല്ലം കൂടെ കൊടുത്താലും നഷ്ടമില്ലല്ലോ എന്ന് പറയുന്ന രീതി തോട്ടിലെത്തി. അപ്പോൾ ഇതൊരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതെന്ന് പറയാൻ കാരണം ഒരു കാലത്ത് കമ്പനീസ് എല്ലാം കൺട്രോൾ ചെയ്ത GCC മറ്റേ ഒപെക് കൺട്രീസ് ആണ്. ഇന്ന് അത് മാറി. ഇതിപ്പോൾ ചൈനൻ്റെ ചൈന ആണ് ബാറ്ററി മാനുഫാക്ചറിങ് മാത്രമല്ല, അതിനുള്ള ഈ കൊബോൾട്ട് അടക്കമുള്ള മെറ്റീരിയൽസ് മിനറൽസ് എല്ലാം ഓൺ ചെയ്യുന്നത് ഇവരാണ്. ഇവരൊരു കൺട്രോളിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് എനിക്ക് തോന്നുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ചും ഈ ജപ്പാനീസ് ബ്രാൻഡുകളും ബാക്കിയുള്ള ഇൻഡസ്ട്രികളും എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇതൊരു ടെമ്പററി ഫേസ് ആയിരിക്കും. ദർ വിൽ ബി സം ഓൾട്ടർനേറ്റ് ടെക്നോളജി വരുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. 100% അതാണ് അവരുടെ തോട്ട്. കാരണം ഞാൻ 2 സ്ഥലത്തും ജപ്പാനിലും കൊറിയയിലും മാനുഫാക്ചേഴ്സിൻ്റെ കൂടെ പോയതുകൊണ്ട് അവരുടെ എല്ലാം മൈൻഡ് സെറ്റിൽ ഇവരെ കാണാൻ ഒരുപോലെ ഉണ്ടെങ്കിലും ചൈനക്കാർക്ക് ഇവരുടെ ഇഷ്ടമല്ല, തിരിച്ചും ഇഷ്ടമല്ല. അപ്പോൾ ഇവർക്ക് ഒരിക്കലും ചൈനൻ്റെ അടിമകളാവരുന്ന ഏറ്റവും ചുരുങ്ങിയ ഭാഷ പറഞ്ഞു. അപ്പം ഹ്യുണ്ടായും ടൊയോട്ട പോലത്തെ ബ്രാൻഡുകൾ, ഹോണ്ട, ഇവരെല്ലാം ഹൈഡ്രജൻ നല്ലോണം എക്സ്പെരിമെന്റ്. ഇൻഫാക്ട് ഹൈഡ്രജന്റെ എക്സ്പീരിയൻസ് തുടങ്ങിയിട്ട് കുറേ ആയി. എനിക്കെല്ലാം ഓർമ്മയുണ്ട് ചെറുപ്പത്തിൽ 80s തന്നെ ഈ പറഞ്ഞ മെർസിഡീസിനുള്ള വാനെല്ലാം ഉണ്ടായിരുന്നു, ഹൈഡ്രജൻ ഫ്യൂൽസ് മേലെ ഫ്യൂൽസിൽ വെച്ച് ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു ടൈം ഇപ്പോൾ അതെല്ലാം ഒരു ഡിച്ച് ചെയ്ത പോലെ ആയിരുന്നു. ഇപ്പം അതെല്ലാം റീതിങ്ക് ചെയ്യാൻ തുടങ്ങി. കാരണം മെർസിഡീസിന്റെ പറയാൻ കാരണം വെച്ചാൽ ഞാൻ അതിന്റെ ട്രക്ക് ഡിവിഷന്റെ ഹൈഡ്രജൻ ട്രക്ക് എക്സ്പെരിമെന്റ് ചെയ്തിരുന്നു 2 വർഷം മുന്നേ. മറ്റേ ഹെനോവർ ഷോയിൽ നമുക്ക് ഡ്രൈവ് വന്നു. ഇപ്പം എന്താ വെച്ചാൽ ആ വണ്ടിയിൽ ആകെ എനിക്ക് ഡ്രോബാക്ക് തന്നെ ഈ ഹൈഡ്രജൻ കോൾഡ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ അത് ഹീറ്റപ്പ് ചെയ്യാനുള്ളൊരു ബാക്കിലൊരു മോട്ടോർ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു സൗണ്ട്, ബാക്കിയൊന്നുമില്ല. വാട്ടർ വേപ്പർ ഹൈഡ്രജൻ കോസ്റ്റ്ലി ആണോ? ഇപ്പം കോസ്റ്റ്ലിയാണ്. അത് സ്റ്റോറിങ്ങും പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാക്ഷനും കോസ്റ്റ്ലി. അത് മാസ് പ്രൊഡക്ഷനിലേക്ക് എത്തി കുറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ബെറ്റർ ഓപ്ഷൻ. കാരണം ഇപ്പം ഞങ്ങളുടെ കമ്പനി ഞാൻ പറഞ്ഞില്ലേ ഈ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലായതുകൊണ്ട് തന്നെ
ഞങ്ങളുടെ CEO പറഞ്ഞു ഞാൻ നമ്മളതിൻ്റെ ഒരു മോഡൽ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോയിട്ട് ഒരു EV മേടിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ന്യൂസ് ലെറ്ററൊക്കെ അയച്ചു. നമ്മൾ അതിലേക്കാണ് മൂവ് ചെയ്യുന്നത്. കാരണം പുള്ളിക്കാരനാണെങ്കിൽ ഇത്രയും ട്രാവൽ ചെയ്യുന്ന ആളായിരിക്കുമല്ലോ. 1.5 വർഷം ഓടിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വേറെ ന്യൂസ് ലെറ്റർ അയച്ചു. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഈസ് നോട്ട് ദെയർ, ഇതൊന്നും പിന്നെ പ്രാക്ടിക്കലി നടക്കില്ല. കാരണം അതുകൊണ്ട് എന്താണ് ഇല്ലില്ല കുഴപ്പമില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ എന്താ പറയുക, ഇതിലേക്ക് ഞാൻ ഒരു പ്ലഗിൻ ഹൈബ്രിഡിലേക്ക് മാറി. കാരണം കംപ്ലീറ്റ് EV ഞങ്ങളുടെ ഓഫീസിലൊക്കെ ഇഷ്ടംപോലെ ഈ പ്ലഗിൻ ഒക്കെ ഉണ്ടെങ്കിൽ, പക്ഷേ റേഞ്ച് ആങ്സൈറ്റി. ഇപ്പം ഞാൻ നമ്മുടെ ജോബ് നമ്മുടെ ക്ലോസ് ഫ്രണ്ടാണല്ലോ, അവൻ ടെസ്ല മേടിച്ചിട്ട് എവിടെയെങ്കിലും പോവും. ഞങ്ങൾ പോകുമ്പം തിരിച്ചു വരുന്ന സമയത്ത് അവന് ടെൻഷനാണ്. എന്നിട്ട് തണുപ്പും കൂടി ആയിക്കുമ്പോഴത്തേക്ക് റേഞ്ച് കൊണ്ട് കുറയും. എന്നിട്ട് വല്ല സർവീസസിലും രാത്രി 1 മണിക്ക് പോയിട്ട് 45 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തണുപ്പത്ത് നിന്നിട്ട് ചാർജ് ചെയ്യാം. എനിക്കും ഭയങ്കര ഈ ഒരു പ്രോബ്ലം. നമുക്ക് ഒരു 5 മിനിറ്റ് പോലും നമുക്ക് പെട്രോൾ അടിക്കാൻ പോലും നിർത്താൻ, ഫ്യൂൽ അടിക്കാൻ പോലും നിർത്താൻ മടിയില്ല. എങ്ങനെ നമ്മൾ അരമണിക്കൂർ നമ്മൾ ചാർജ് ചെയ്യുന്നു എന്നുള്ളൊരു ഒരുപാട് പ്ലാൻ ചെയ്യണം, റൂട്ടുകൾ പ്ലാൻ ചെയ്യണം. അത് അപ്പം അതിന് നമ്മൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഏറ്റവും വലിയൊരു റെവല്യൂഷനാണ് ഈ പിന്നെ ഈ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. നമ്മൾ കാർ എന്ന് പറഞ്ഞാൽ ആദ്യം എല്ലാവരും കളിയാക്കിയെങ്കിലും കുതിരകളൊക്കെ മാറി നമ്മൾ ഇതിലേക്ക് വന്ന ശേഷം ഇത് ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടല്ലോ. അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളോട് പറയുകയാണില്ല, നിങ്ങൾക്ക് ഇനി ഒരു 300 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം, അങ്ങനെ ചെയ്യണം. പക്ഷേ ഈ പറഞ്ഞ 70 to 80% നമ്മുടെ ഡേ ടു ഡേ ഇതിന് EV മതി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണെങ്കിൽ 75 മൈൽസ് എനിക്ക് റേഞ്ച് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 90% എൻ്റെ പരിപാടിയും അതിൽ തീരും. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ഇപ്പോഴും ഇതാണ് ചാർജിങ്ങിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും. അത് രണ്ടും ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം റെസിഡ്യൂൽ വാല്യൂ, റീസെയിൽ വാല്യൂ ഭയങ്കര കുറവായിരിക്കും. പിന്നെ എന്താ വെച്ചാൽ ഈ ഫോണിനെ പോലെ ഇപ്പം നമ്മൾ ബാറ്ററിയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഘടകം. ബാറ്ററി ലൈഫ് ഒരു 3 വർഷം കൊണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ പുതിയതായിട്ട് അത് എടുക്കാൻ ആഗ്രഹിക്കില്ല. പോകുന്നതെന്ന് ചിന്തിക്കും 20,000 pounds ഒക്കെ ആവും ഈ ബാറ്ററി മാറ്റണമെങ്കിൽ. ഏറ്റവും എക്സ്പെൻസീവ് പാർട്ട് അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇതെന്താവും ഇതിൻ്റെ ഫ്യൂച്ചറിന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലീസിങ്ങും നേരത്തെ പറഞ്ഞ ഏജൻസിയിലും പോകുന്നത്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്, ഇപ്പോൾ G-Wagon എന്ന് പറഞ്ഞാൽ ഏറ്റവും ആസ്പിറേഷണൽ ഒരു കാറാണ്. ഇപ്പോൾ ഏത് വണ്ടി ഇറങ്ങിയാലും ഇപ്പം നേരത്തെ പറഞ്ഞ 3 വർഷം വെയിറ്റിംഗ്, അങ്ങനെ പലതും ഉണ്ട്. ഇപ്പം മിഡിൽ ഈസ്റ്റ് പറഞ്ഞാൽ അതിൻ്റെ ഒരു മെയിൻ കേന്ദ്ര G63 ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാറില്ല, ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഒരു ഇലക്ട്രിക്കൽ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. ഇവൻ എന്തോ വിൽക്കുന്നുണ്ട്, G ആയതുകൊണ്ട് വിൽക്കുന്നുണ്ടെങ്കിലും ദേ ആർ ടേക്കിംഗ് എഫേർട്ട് ടു സെൽ ഇറ്റ്, വിച്ച് മീൻസ് ആളുകൾക്ക് അത് വേണ്ട. അല്ല അതെന്താ പറയുക, ഇപ്പം നമ്മളൊരു ക്ലാസിക് കാറുകളൊക്കെ ആൾക്കാർ ഇപ്പോഴും മേടിക്കുന്നതിലും പിന്നെ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത് എത്ര കഴിഞ്ഞാലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്കത് ഓടിക്കാം. പക്ഷേ ഇലക്ട്രിക് നമ്മളൊരു വിൻറ്റേജ് കാറായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ വേറൊരു കാര്യം, ഇപ്പം ഈ ഒരു എന്താ പറയുക ആസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വെറും ടെക്നിക്കൽ അല്ലാന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ കഴിഞ്ഞ ദിവസം ജാഗർ ലാൻഡ് റോഡിൽ പോയപ്പോൾ ലാസ്റ്റ് ദിവസം ഒരു ക്ലാസിക് കാർ സെൻറ്ററിൽ കൊണ്ടുപോയി. അപ്പോൾ ഒരു റെസ്റ്റോറേഷൻ ഏരിയയിൽ കയറുമ്പോൾ തന്നെ എനിക്ക് 2 സ്മെല്ലിനെ അട്രാക്ട് ചെയ്യും. എന്നാൽ പഴയ കാർബറേറ്റർ എന്നുള്ള പെട്രോൾ സ്മെല്ല്, പഴയ ലെതറിന്റെ സ്മെല്ല്. അത് ഒരിക്കലും വേറെ മറ്റേതും കിട്ടില്ല. അതിൻ്റെ ഒരു ഫീല് വേറെ, അത് അനുഭവിച്ചവർക്കേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഇലക്ട്രിക് കാർസിന്റെ സൗണ്ടും. എനിക്ക് ഇത് കയറി ഇരുന്നാലും ഇത് പോകുന്നു. അതിപ്പോ പറഞ്ഞ നമ്മുടെ BMW ഒക്കെ ഇപ്പൊ അല്ലാത്ത കാറിൽ തന്നെ സൗണ്ട് കൊടുക്കുന്നത് സ്പീക്കറിലൂടെയാണ്. നമുക്ക് ആ ഫീൽ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അതന്നെയാണ് ഇപ്പം അതാണ്. കാരണം എല്ലാ കാർ അതിന് എനിക്ക് തോന്നുന്നു ഈ കാറിന്റെ സൗണ്ട് ട്യൂൺ ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്പേർട്സ് ഉണ്ട് തോന്നുന്നു അല്ലേ. ഞാൻ ഈ പറഞ്ഞ G58 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ G58 ഒരു മോഡുണ്ട്, ഗ്രോൾ മോഡ് എന്നുണ്ട്. അത് ഓൺ ആയി കഴിഞ്ഞാൽ 63 സൗണ്ട് ഉള്ളിൽ കിട്ടുന്ന പുറത്തൊന്നുമില്ല, അതിന് ഫീലും കിട്ടുന്നുണ്ട് പവറിലുണ്ട്. പക്ഷെ എന്നാലും ഇറ്റ്സ് നോട്ട് ഒറിജിനൽ. അല്ല അത് വലിയൊരു ഫാക്ടറാണ്. അപ്പം ഈ പറഞ്ഞ നേരത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഇപ്പം ഈ UK ഒക്കെ പ്രത്യേകിച്ചും ഒരു യൂസ് കാറിൻ്റെ വലിയൊരു മാർക്കറ്റാണ്. കാരണം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാൻഡ് കാർ മേടിക്കുന്ന ആൾക്കാർ മേ ബി ഒരു വളരെ ചെറിയ പെർസെൻറ്റേജ് ഉള്ളൂ. അത് കഴിഞ്ഞ ആൾക്കാർ എല്ലാവരും മേടിക്കുന്നത് ലീസിംഗ് ആണല്ലോ. കാറുകളൊക്കെ വരുന്ന ലീസിംഗ് 3 years ആൾക്കാർ മാറും ഓൺ ചെയ്യുന്നത്. പക്ഷെ അതൊരു ഇപ്പോഴല്ല ഇതിന്റെ ഇഷ്യൂ വരാൻ പോകുന്നത്. ഇപ്പോഴല്ല, ഒരു 10 years കഴിയുമ്പം ഒരു മാർക്കറ്റിൽ കൂടുതലും ഇലക്ട്രിക് കാർസ് ആണെങ്കിൽ ഈ ആ ഒരു പ്രൈസിൽ ആരും മേടിക്കാം. ഇപ്പം തന്നെ ഈ ടെസ്ലയും ഈ ഓഡിയുടെ ഒക്കെ ഇലക്ട്രിക് മോഡൽസിന്റെ വാല്യൂ നെഗറ്റീവ് ഇക്വിറ്റിയിലാണ് പോണത്. ഇൻഷുറൻസിന് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇൻഷുറൻസും ഭയങ്കര കൂടുതലാണ്. നമ്മൾ വെറും ഡയറക്ട്ലി റണ്ണിങ് കോസ്റ്റ് മാത്രമായിരിക്കും പലരും കാൽക്കുലേറ്റ് ചെയ്യും. അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതുമല്ല ഈ ബാറ്ററി ഒരു യൂസ് കഴിഞ്ഞാൽ ബാറ്ററിനെ ഞാൻ ഒരിക്കലും നിസാനിൽ പോയപ്പം അവർ R&Dയിൽ പോയി നമ്മൾ ചോദിച്ചു എന്താ ചെയ്യാൻ. ബാറ്ററി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി അത് തീരണ്ട. 80%
ആയാൽ തന്നെ കഴിഞ്ഞു. കാറിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ സിസ്റ്റം അങ്ങനെ. അത് കഴിഞ്ഞാൽ ആ ബാറ്ററിക്ക് 80% ലൈഫ് ഉണ്ട്. അത് അവർ പറഞ്ഞ ഡൊമസ്റ്റിക് പേർപ്പസ് അത് നമുക്ക് ഉപയോഗിക്കാം. എന്നാലും ഒരു 60% to 50% വരെ അത് ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ അത്രയും 50% കപ്പാസിറ്റിയുള്ള ബാറ്ററി എങ്ങനെ ഡിമോളിഷ് ചെയ്യും? അതിനുണ്ടാകുന്ന റേഡിയേഷൻ, അതിനെ കൊണ്ടുണ്ടാകുന്ന ഹസാർഡ് എന്ത്? സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണമെങ്കിൽ പോലും വെറുതെ അത് സത്യം പറയല്ലോ. അത് എനിക്കിപ്പോഴും തോന്നാറുണ്ട്. ആ ഒരു സ്വീഡനിലുള്ള പെൺകുട്ടിനെ വെച്ചിട്ടാണുള്ളത്. അതൊരു പ്രൊപ്പഗൻഡ ആയിരുന്നു, മെയിൻ പ്രൊപ്പഗൻഡ. കാരണം ഇലക്ട്രിക്കിനെ കൊണ്ട് ഉണ്ടാവുന്ന ബാക്കിയുള്ള ഹസാർഡിനെ മറച്ചു വെച്ചിട്ട് ഇതുകൊണ്ട് പ്രകൃതി ഇതാവില്ലെന്നാണ് ഒന്നും കാര്യമില്ല. അപ്പൊ അതെല്ലാം വലിയ പ്രോപ്പഗേഷൻ. റോഡിൽ യാത്രയെ കുറിച്ചിട്ട് യാത്ര ചെയ്യാനാണോ ഇഷ്ടം, അതോ എങ്ങനെയാണ്? എന്നോടാ 100% റോഡ് ഇല്ലാത്തടത്താണ് കാറ് കാണാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഓൺ ചെയ്യാൻ ഇഷ്ടം, കാറ് യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലല്ലോ. അപ്പൊ യാത്ര ഷംജിത്തൊക്കെ എന്നോട് ഇടയ്ക്ക് പറയാൻ ഇവിടുന്നൊക്കെ വണ്ടി എടുത്ത് ഞാൻ പോവാണ്, മൊറോക്കൊക്കെ വണ്ടി എടുത്തൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതാണ്, വണ്ടിയിൽ എത്ര ഇരിക്കാൻ പറ്റുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ബൈ റോഡാണ്. അത് കാർ ഓടിക്കുന്ന മാത്രമല്ല കേട്ടോ, എനിക്ക് ബസ് പോകാൻ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ബാംഗ്ലൂരിലും പഠിക്കുമ്പോൾ നമ്മൾ ബസ്സിലാണ് പോയിട്ട്. പണ്ടെല്ലാം നമ്മൾ ഷൂട്ടെല്ലാം തുടങ്ങിയ സമയത്ത് കോസ്റ്റ് നോക്കും. അപ്പോൾ ചിലപ്പം ട്രെയിൻ പോലും കിട്ടാത്തപ്പം ഇവിടുന്ന് ബോംബെ വരെയുള്ള ബസ്സിൽ പോയിട്ട് ഷൂട്ട് ചെയ്തു. എനിക്ക് ഒരു മടുപ്പും തോന്നില്ല. കാരണം വണ്ടി റോഡ് മൂവ്മെന്റ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞ റോഡില്ലാത്ത സ്ഥലം പറയാൻ ഓഫ് റോഡും ഇങ്ങനത്തെ പോകണം അത്ര ഇഷ്ടമാണ്. ഇന്നത്തെ എന്താ വെച്ചാൽ നമ്മൾ തിരക്ക് കൂടി ട്രാവലിംഗ് ഡിസ്റ്റൻസ് കൂടി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്ലെയിനാണ്. ഗിവൺ എ ചാൻസ് ഐ വിൽ പ്രിഫർ റോഡ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതാണെങ്കിൽ പോലും നമ്മുടെ മെമ്മറീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് ഈ നമ്മൾ കാറിൽ പോകുമ്പോഴും അല്ലാത്ത ജേർണീസിലാണ്. നിർത്തുന്നു, ഒരു ചായ കുടിക്കുന്നു, ഒന്ന് മുള്ളാൻ നിർത്തുന്നു. ഇപ്പം പ്രത്യേകിച്ചും നമ്മൾ ഇപ്പം എന്താ പറയാ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ഇപ്പം നമ്മൾ പാർട്ട്ണർ ആയിട്ടാണെങ്കിലും ഒക്കെ നല്ല മെമ്മറീസ് ഉണ്ടാവുന്നത്. അതിപ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഡ്രൈവിന് പോകാന്ന് പറയുമ്പം നല്ല സ്ഥലത്തോട്ട് ഡ്രൈവ് അതിന് അനുഭവം അനുഭവിച്ചു. നിങ്ങൾ എല്ലാവരും അനുഭവിച്ചു. ഇവിടുത്തെ സമ്മറിൽ നിങ്ങൾ ഗ്ലാസും തുറന്നിട്ട് ഓടിക്കും, മുഖത്ത് കാറ്റാട്ടുമ്പോഴൊരു ഫീൽ. ക്ലൈമറ്റ് യു കെയിൽ പ്രത്യേകിച്ചും ഒരുപാട് നല്ല സീനിക് ആയിട്ടുള്ള റൂട്ട്സ് ഉണ്ട്, ഫ്രഷ് എയർ ആണ്, നമുക്ക് വണ്ടി തുറന്നിട്ടിട്ട് ഓടിക്കാം. ശരിക്കും ഈ കൺവേർട്ടബിൾ സൺറൂഫ് അതല്ല ഇവിടേക്കുള്ളത്. നമ്മുടെ നാട്ടില് ശരിക്കും ഉപയോഗം കിട്ടാറില്ല. ഞാൻ ഇപ്പോഴും ഞാൻ നോക്കുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യ, അതേപോലെ. പക്ഷെ അപ്പം നമ്മുടെ ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ സുസുക്കിക്ക് അല്ല മാരുതിക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം അവർക്ക് ഒരുപാട് പാർട്സ് അവൈലബിലിറ്റി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ എന്താ പറയുക സെക്കൻഡ് റീസെല്ലിംഗ് വാല്യൂ എന്നൊക്കെ വെച്ചിട്ട് അത് ആ ഒരു പെർസെപ്ഷനൊക്കെ ഇപ്പം മാറി വരുന്നുണ്ടോ, അതോ ആൾക്കാർ കൂടുതൽ കാർ? അല്ല, ഇന്ത്യയിൽ ഇന്നും മാരുതിക്കുള്ള സ്ഥാനം അവിടെ ഉണ്ട്, അതിപ്പോഴും ഇളകിയിട്ടില്ല. പക്ഷെ ആ സമയത്ത് കുറച്ചുകൂടി ദേശവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ദേശീയ ലവ് കൂടിയിട്ട് മഹീന്ദ്ര ടാറ്റ നല്ല വണ്ടികൾ ഉണ്ടാക്കി, അതിലേക്കുള്ള മൈഗ്രേഷനും കൂടി. കാരണം ഹ്യുണ്ടായി അല്ല മാരുതി കഴിഞ്ഞാൽ ഹ്യുണ്ടായി ആയിരുന്നു, അത് കഴിഞ്ഞിട്ടുള്ളായിരുന്നു. പിന്നെ ടാറ്റ മഹീന്ദ്ര അതെല്ലാം ഗ്രാജുവലി ആണ് അവിടെ എത്തിയത്. ഇന്നിപ്പം ഹ്യുണ്ടായി ഫോർത്താണ്. മഹീന്ദ്ര ടാറ്റ ഹ്യുണ്ടായി. ടാറ്റ ഒന്ന് ഡ്രോപ്പ് ആയി, തേർഡ് ചെറിയ മാർജിനില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ട്. ഹ്യുണ്ടായി ഫോർത്തായി. അത് പക്ഷെ മാരുതിന്റെ സ്ഥാനം ഇളകാതെ മാരുതി ഇപ്പോഴും 30-40% 50 ആ റേഞ്ചിലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വാല്യൂ പെർസ്പെക്റ്റീവ് അവരുടെ സെല് ചെയ്യുന്ന വാല്യൂ നോക്കുകയാണെങ്കിൽ ചിലപ്പം ബാക്കിയുള്ള ബ്രാൻഡിലുണ്ടല്ലോ. മാരുതി ഹ്യൂജ് ടേൺ ഓവർ, മാർജിനലി ഭയങ്കര. മാരുതിന്റെ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ 50% മാരുതി വിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നല്ലൊരു ശതമാനം പറഞ്ഞ സാധാരണക്കാര വണ്ടികൾ, അപ്പോൾ വോള്യൂം കൂടുതലാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, മാരുതിയിൽ ഇപ്പോഴുള്ള റീസെയിൽ വാല്യൂ, ആ ഒരു ബ്രാൻഡിങ്, സർവീസ് എക്സ്പെൻസ് കുറവ്, ഇതെല്ലാം വെച്ചിട്ട് സാധാരണക്കാരൻ ഫസ്റ്റ് ചിന്തിക്കുന്ന ഒരു വണ്ടി അവിടെ എപ്പോഴും ടാറ്റ മഹീന്ദ്ര എത്തിയില്ല. കാരണം അവർ എഞ്ചിനീയറിംഗ് സ്റ്റിൽ വീക്കാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോഴും നമുക്ക് മഹീന്ദ്ര ടാറ്റ ഇറങ്ങിയ ഫ്രണ്ട്സിനോട് വരും തന്നെ ചാടി എടുക്കണ്ട, ഒരു 6 മാസം കഴിഞ്ഞ ഒരു അപ്ഡേറ്റ് വരും, അതിൽ കുറെ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. ടാറ്റ ഒരുപാട് ഇംപ്രൂവ് ആയി. ടാറ്റ തുടങ്ങിയ സമയത്ത് ഭയങ്കര ഇംപ്രൂവ് ആയെങ്കിലും ഐ ഫീൽ ദേ ആർ നോട്ട് റീച്ച് അപ് ടു മാർക്ക് വേർ ദേ ഓൾ ദ ബാക്കിംഗ് ഇതെല്ലാം ഉണ്ടായിട്ട് അവിടെ എത്തിയിട്ടില്ല. മഹീന്ദ്ര ആ പടി കുറച്ചുകൂടെ മുമ്പിൽ എത്തി. പ്രത്യേകിച്ച് റീസെന്റ് വന്ന താറ് BE മോഡൽസ് ഒന്നുകൂടെ ഞാൻ വിചാരിച്ചതിനേക്കാളും ഇന്ത്യൻ മൈൻഡ് സെറ്റിനെ ടാർഗറ്റ് ഉണ്ട്. പിന്നെ അവർ അത് മനസ്സിലാക്കി ഇനി കോംപ്രമൈസ് ചെയ്തിട്ട് കാര്യമില്ല. ആ സമയത്ത് ഹ്യുണ്ടായി കിയ ഉണ്ടാക്കുന്ന വണ്ടികൾ റിലേറ്റീവ്ലി ബെറ്റർ. നല്ലൊരു ബ്രാൻഡ് കിയ ഒരു വേൾഡ് ക്ലാസ് ലെവൽ വണ്ടികളാണ്. ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റി വൈസ്
ഇവർ തന്നെയാണ് മുമ്പിൽ. അതെ പക്ഷേ ഈ ഒരു നമ്മുടെ ഇപ്പം നമുക്ക് എപ്പോഴും ഉണ്ടാവില്ല നമ്മളെ നാട്ടിലൊരു ബ്രാൻഡ് വന്നിട്ട് ചൈനീസ് ചെയ്തെന്താ ഇപ്പം മറ്റുള്ള ബ്രാൻഡുകളിനേക്കാളും നല്ല വണ്ടി ഇറക്കുമ്പോൾ ഒരു സ്വാഭാവികമായിട്ട് നമ്മളെ വണ്ടികൾ എടുക്കാൻ ഓരോ വണ്ടികൾ എടുക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പം ടാറ്റയും മഹീന്ദ്ര നല്ല വണ്ടി ഉണ്ടെങ്കിൽ ആളുകൾ അത് പ്രിഫർ ചെയ്യാൻ തുടങ്ങി. അവർ ഞാൻ പറഞ്ഞ ഹ്യുണ്ടായിനോ അല്ല മാരുതിനാരിയായാൽ മതി, ഇത്രയും ഹെഡ് ഏക്ക് ഫ്രീ വണ്ടി ഉണ്ടാക്കി അപ്പോൾ മാരുതി എടുത്ത് ടെൻഷനിലല്ല. ഇല്ല അത് ടൊയോട്ട അതെല്ലാം എവിടെ പോയാലും പാർട്സും കിട്ടും, എപ്പോഴും നന്നാക്കാം. അതെ, പിന്നെ റീസെയിൽ വാല്യൂ ആണെങ്കിലും ഉണ്ട്. അപ്പം മാരുതി ഡോമിനേഷൻ അങ്ങനത്തെ ഉണ്ട്. എനിക്ക് പണ്ട് നമ്മൾ ടൊയോട്ട വന്ന സമയത്ത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ ഒരു പ്രൈസ് പോയിന്റിൽ ടൊയോട്ട വന്നിട്ട് പെട്ടെന്നാണ് നമ്മുടെ എറണാകുളത്തെ ഷോറൂമിന്റെ പേര് ഞാൻ മറന്നുപോയി, നിപ്പൺ ടൊയോട്ട വന്നിട്ട് വന്നിട്ട് ഭയങ്കര, കാരണം ഞാൻ വിചാരിച്ചു കാരണം ആ ഒരു പ്രൈസ് പോയിന്റിൽ എങ്ങനെയാണെന്ന്. പക്ഷെ അത് വലിയൊരു റെവല്യൂഷൻ ആയിരുന്നു. ക്വാളിറ്റീസ് ഒക്കെ വന്നിട്ട് അതിനൊരു കാരണം അതിനൊരു കാരണം എന്താ വെച്ചാൽ ഈ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യം വണ്ടിൻ്റെ റിലയബിലിറ്റി. വണ്ടി വാങ്ങുമ്പം ഒരു പ്രൈസ് കൂടുതൽ വാങ്ങിയാലും ഓരോ സർവീസിന് പോകുമ്പം വില കുറഞ്ഞ് കിട്ടുമ്പോൾ നമുക്കൊരു ഫീലിംഗ് വ്യത്യാസം. മറ്റേ നമ്മൾ മറന്ന് ഒരു വണ്ടി ഇപ്പം സാധാരണ ഉള്ളതിനേക്കാളും ഒരു 20% വില കൂടി വാങ്ങിയ വണ്ടിയാന്നുള്ള നമ്മൾ മറന്ന് ശരിക്കും ആ കോസ്റ്റ് ചിലപ്പോൾ അവിടെ കവറപ്പ് ചെയ്യുന്നു. പക്ഷെ നമുക്ക് ഓരോ തവണ 2000 രൂപ കൊടുക്കുമ്പോൾ ഉള്ള സുഖം മറ്റൊരു 5000 രൂപ കൊടുക്കുന്ന വ്യത്യാസം ഭയങ്കര. പിന്നെ പെട്ടെന്ന് തന്നെ സംഗതി മാരുതിനെ പോലെ തന്നെ പാർട്സ് അവൈലബിലിറ്റി ഉണ്ടാവും, പറഞ്ഞ പെട്ടെന്ന് തന്നെ സർവീസ് ചെയ്യുന്ന വണ്ടി കിട്ടും. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ എഫിഷ്യൻസി ഭയങ്കര ടൊയോട്ടയുടെ ഒരു എടുക്കാം. മിഡിൽ ഈസ്റ്റ് ഇൻഫ്ലുവൻസ് അത് നമ്മൾ കേരള മാർക്കറ്റിനുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ടൊയോട്ട ഗ്ലോബലി തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് എഫിഷ്യന്റ് കാർ മേക്കർ. റിലയബിലിറ്റിയാണ് എൻ്റെ മെയിൻ. ഞാനൊരു മാനേജ്മെന്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എന്നിട്ടും നമുക്കറിയാലോ BBA എല്ലാം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു എന്താണ് പ്രൊഡക്ഷൻ മാനേജ്മെന്റിലാന്ന് തോന്നുന്നു ടൊയോട്ടയുടെ ക്വാളിറ്റി ചെക്ക് ഉണ്ടായിരുന്നു. അതൊരു സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്കാണ്. ഇന്നും അത് ആരും എത്തിയിട്ടില്ല. അത് തന്നെയാണ്. ഇപ്പൊ നാട്ടിൽ പോകുമ്പോൾ ചേച്ചിയുടെ അടുത്ത് ഒരു ഇന്നോവ ക്രസ്റ്റ് ഉള്ള അത് ഓടിക്കുമ്പോഴൊരു അവിടെ തന്നെ ഒരു മാരുതി ഉണ്ട്. അപ്പോൾ അത് ഞാൻ എപ്പോഴും അത് പ്രിഫർ ചെയ്യാം ഈ ഇന്നോവ ഓടിക്കാനാണ്. വെച്ചാൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഓടിക്കാനും, സേഫ്റ്റി ഫീൽ തോന്നും. അത് നമ്മൾ ടാക്സി ആ രീതിയിലാണെങ്കിലും പിന്നെ ഹൈദരാബാദിലെ ഞാൻ സ്ഥലം പോകുമ്പോഴാണെങ്കിലും മിക്കവാറും എല്ലാ ഹോട്ടൽസും അവരുടെ ലക്ഷറി ആയിട്ടുള്ള 2 ബക്കറ്റ് സീറ്റൊക്കെ വെച്ചിട്ട് അതിന്റെ 2 റീസൺ ഉണ്ട്. ഈ ടാക്സി എന്ന് പറഞ്ഞാൽ കമേഴ്ഷ്യൽ ഇൻഡസ്ട്രി. ഇപ്പം നമ്മൾ ട്രക്കിനെ കുറിച്ചെല്ലാം പറയുമ്പോൾ സാധാരണ നമ്മൾ ട്രക്ക് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്നെങ്കിലും ഒരു ബോറിംഗ് റിവ്യൂ, കാരണം എന്താ ഒരു ടോക്കിംഗ് ബിസിനസ്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ കാറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ട്രക്കിനെ കുറിച്ചൊന്നും പറയാത്ത പോലെ ഉണ്ടാവും. ട്രക്ക് ടാക്സി എന്നുള്ള പറഞ്ഞ ബിസിനസ് ആയിട്ട് അപ്പ് ടൈം കൂടുതൽ വേണം. എന്ന് പറഞ്ഞാൽ വണ്ടി റോഡിൽ ഉണ്ടാവണം, ഓടിക്കൊണ്ടിരിക്കുക, അതാണ് ബിസിനസ്. ഇപ്പൊ മൈലേജ് കുറഞ്ഞാലും ബ്രേക്ക് ഡൗൺസ് കുറയുക, അതുപോലെ തന്നെ അഥവാ ഞാൻ സർവീസിന് കിട്ടിയാൽ പെട്ടെന്ന് പുറത്തേക്ക് ഇറക്കുക, ഇതും അനിവാര്യമാണ് ഈ ടാക്സി ഇൻഡസ്ട്രി. ഇത് പ്രശ്നമില്ല, ബ്രേക്ക് ഡൗണിന്റെ പ്രശ്നമില്ല, ഇനി ആയാൽ തന്നെ പെട്ടെന്ന് പണി ഇറക്കുക, റോഡ് അസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ടാക്സി ഓടിക്കൊണ്ടിരിക്കും, മൈലേജ് പറഞ്ഞാലും കുഴപ്പമില്ല, ട്രിപ്പിന് വേറെ കണക്കായിരിക്കും, ട്രിപ്പ് മുടങ്ങില്ല. ഈ ഒരുപാട് കാറുകൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവും, റിവ്യൂ ചെയ്യാറുണ്ട്, മാഗസീനിൽ ആർട്ടിക്കിൾസ് എഴുതാറുണ്ട്, ഡിജിറ്റൽ മീഡിയയിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പം എത്തിക്കലായിട്ട് എന്ത് മെസ്സേജാണ് കൂടുതലും? കാരണം ഭയങ്കര ഇൻഫ്ലുവൻസിങ് പവറല്ല ഒരു കാർ വരുമ്പോൾ. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളുമാണ് ആൾക്കാർ കേട്ടിട്ടാണ്. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ നമ്മളൊരു കാർ മേടിക്കുമ്പോൾ നമ്മളൊരു 10 റിവ്യൂ പോയി വായിച്ചു നോക്കും, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ നോക്കുന്നത് ചിലപ്പോൾ ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത് ഭയങ്കര നമുക്ക് ഇൻഫ്ലുവൻസ് ഉള്ളൊരു സംഭവമാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ആ ഒരു എത്തിക്കലി നമ്മൾ എങ്ങനെ അത് ഒരു അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ബയസ്ഡ് ആവാതിരിക്കാൻ എങ്ങനെ നോക്കാറില്ല? അതെന്താ വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിന് വിലയിരുത്താനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. നമ്മൾക്ക് എന്താണെങ്കിൽ ഒരു വണ്ടിയുടെ ഇൻഫർമേഷൻ നമ്മൾ ആരും ഡയഗ്നോമീറ്ററിൽ പോയിട്ട് എത്ര PHP ഉണ്ടെന്നോ അല്ലാതെ എത്ര അതിൽ ഔട്ട്പുട്ട് കൊണ്ടുവരണം നമുക്ക് ചെക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉള്ള മാഗസീൻസ് ഉണ്ട്, പക്ഷെ ഒന്നും നമ്മുടെ നാട്ടിലല്ല, BBC പോലുള്ള. അപ്പോൾ അവർ തരുന്ന ഡാറ്റ നമ്മൾ റിലൈ ചെയ്തേ പറ്റും. പക്ഷെ ആ ഡാറ്റയിൽ പറയുന്നത് അങ്ങനെ തന്നെ എടുത്ത് നമ്മൾ പറയുന്നതിന് പകരം നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവണം. ആ ഒപ്പീനിയൻ ക്രിയേറ്റ് ആവല്ലപ്പോഴാണ് എക്സ്പീരിയൻസ്. എൻ്റെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ജേർണലിസ്റ്റ് ആവുന്ന മുന്നേ തന്നെ വണ്ടിപ്രാന്തനായിട്ട് വണ്ടി ഒരുപാട് ഓടിക്കാം. ഞാൻ ഇല്ലീഗൽ പ്രായത്തിൽ വണ്ടി ഓടിച്ചു തുടങ്ങിയ ഒരാളായിട്ട് ഒരുപാട് വണ്ടി ഓടിച്ചിട്ട് അതിന് പുറമെ ഈ പറഞ്ഞ എൻ്റെ ഒരു മെക്കാനിക്കൽ മൈൻഡുള്ളതുകൊണ്ടും ഒരു വണ്ടി ഓടിക്കും എനിക്ക് അതിൽ എന്ത് ഡ്രോബാക്ക് ഉണ്ടെന്ന് മനസ്സിലാവാനുള്ള ഒരു കഴിവും അല്ലെങ്കിൽ കഴിവ് പഠിച്ചം തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസും. അപ്പോൾ ഞാനിപ്പം ഫ്രണ്ടിലൊരു ഇങ്ങനെ ലോവർ ആമിൻ്റെ പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ബുഷാണ് പ്രശ്നം എന്ന് പറയാനുള്ളൊരു കഴിവ് നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഈ ഡയഗ്നോസ് ചെയ്തിട്ട് ഞാൻ പലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഇൻഫ്ലുവൻസ് ആയിക്കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ആവില്ല എന്നെല്ലാം ചോദിക്കും. അപ്പം പൊതുവേ ഒരു മാനുഫാക്ചറർ ഒരു വണ്ടി ഇറക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഡ്രോബാക്ക് അപ്പം തന്നെ അറിയാം. കാരണം അവർ പൊട്ടന്മാരല്ല, വലിയ എഞ്ചിനീയേഴ്സ് വെച്ച് വണ്ടി ഇറക്കുന്നത്.
ഇപ്പം നമ്മൾ ഒരു വണ്ടിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ചില ആളുകൾക്കുള്ളൊരു പ്രശ്നമുണ്ട് ഞാൻ കണ്ടിട്ടില്ല. അവർ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി അവരുടെ എക്സ്പെർട്ടൈസ് കാണിക്കാൻ വേണ്ടിയിട്ട് അതെ പറയുന്ന ബ്ലഫിങ് ആയിരിക്കും. അപ്പം ഈ മാനുഫാക്ചർ എൻ്റെ വണ്ടിക്ക് ഇന്ന പ്രശ്നമുണ്ട് അത് തുറന്ന് പറയുന്നതന്നെ അവർ റെസ്പെക്ട് ചെയ്യും, അതവർ വാല്യൂ ചെയ്യും. അത് പറയുന്നതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല, നാളെ എനിക്ക് വണ്ടി വരാതിരിക്കില്ല. അതല്ലാതെ പറയുന്നതന്നെ അവർ വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു എത്തിക്കലി ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വണ്ടി റിവ്യൂ ചെയ്യുന്ന നമ്മൾ കമേഴ്ഷ്യലി ചെയ്യാറില്ല. ഇപ്പം നമുക്ക് പ്രൊഡക്ഷൻ പെയ്ഡ് പ്രൊമോഷൻസ് എല്ലാം ചെയ്യുന്നു ഇല്ലാന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പോളിസി ഉണ്ട്, വണ്ടിയുടെ റിവ്യൂവും കമ്പാരിസണും പെയ്ഡായിട്ട് ചെയ്യാം. അത് തന്നെ നമുക്ക് ചില ബ്രാൻഡുകൾ ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ ബിസിനസ് പോയിക്കോട്ടെ, നാളെ നമുക്ക് ക്രെഡിബിലിറ്റി ഉണ്ടാവും. അത് അങ്ങനെ തന്നെ കിട്ടി. നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ എന്തെങ്കിലും ക്രിയേറ്റീവ് കണ്ടന്റ്, ട്രാവലോ, ഇതെല്ലാം നമ്മൾ പെയ്ഡ് ചെയ്തതിനാലും നമ്മൾ വണ്ടിന്റെ റിവ്യൂവിനെ ഒരിക്കലും ഉണ്ടാകുന്നില്ല. പക്ഷെ റിവ്യൂ നമ്മൾ ഇന്ന് വരെ പെയ്ഡായിട്ട് ചെയ്തില്ല. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ടീമാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, ഞാൻ ചിലപ്പോൾ എനിക്ക് എല്ലാ ഡ്രൈവിനും പോകാൻ പറ്റില്ല. ഇപ്പോൾ നന്ദോ ശ്രീകാന്തോ അല്ലെങ്കിൽ ആരും പോകുമ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ബ്ലണ്ടർ അടിക്കരുത്. എനിക്കത് മനസ്സിലായില്ല, എനിക്ക് അതിനെപ്പറ്റി ഉണ്ടായിരുന്നു. വിഡിത്തം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാർക്കിടാം. ഈ കാണുന്ന ഓഡിയൻസ് നമ്മളെക്കാൾ വിവരം ഉണ്ടെന്ന് മനസ്സിലാക്കും. ഞാൻ അങ്ങനെ ഓഡിയൻസിനെ വില കുറച്ച് കാണാം. നമ്മളെപ്പോഴും സംസാരിക്കുന്ന ആൾക്കാരായിട്ട് ചിലപ്പോൾ നമ്മളെക്കാൾ വിവരമുള്ളതുണ്ടാവും. അപ്പം നമ്മൾ പറയുന്നത് കറക്റ്റ് ആവുക. ആ പറയുന്ന സംഗതി അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. തെറ്റുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ കറക്റ്റ് ചെയ്യാം. ഇത് ഒരാളും നിങ്ങൾ ജഡ്ജ് ചെയ്യില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ക്രെഡിബിലിറ്റിൻ്റെ ഭാഗമായിട്ടാണ് അത് പറഞ്ഞപ്പോൾ നമ്മളൊരു ഈ ഒരു ലെവലിലേക്ക് വളരാൻ പറ്റിയതും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹൈക്കോർട്ടിൻ്റെ ജൂറിയിലുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളും എനിക്ക് വാല്യൂ തോന്നിയത് W കോട്ടിയുടെ വേൾഡ് കാർ അവാർഡിൻ്റെ ജൂറിയിലുണ്ട്. അതിൻ്റെ പ്രോസസ്സ് ഞാൻ പിന്നീട് അറിഞ്ഞത്, അതായത് ഒരു രാജ്യത്തിലൊരു സ്ലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ചെയർപേഴ്സൺസ് ഉണ്ടാവും, എന്താ പറയുക, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്. അവർ ആൾക്കാരെ 2-3 ആൾക്കാർ ചൂസ് ചെയ്ത് കൊടുക്കും. ഇത് ചൂസ് ചെയ്യുന്നത് ഇരിക്കുന്ന പാനലല്ല, KPMG എന്നുള്ള ഗവേണിംഗ്. അപ്പൊ അവര് നമ്മളെ ക്രെഡിബിലിറ്റിയും നമ്മളെ റീച്ചും ഓഡിറ്റ് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്ത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് W കോട്ടി മെമ്പർ ആയാലും ഒരു അഭിമാനം കൂടി. ഞാനോ വേറെ ആരും എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തു. KPMG ഒരു കമ്പനിയാണ്. അപ്പൊ അതിനെല്ലാം കാരണമായിട്ടുള്ളത് നമ്മളെ ക്രെഡിബിലിറ്റി തന്നെ, ക്രെഡൻഷ്യാലിറ്റി ആണ് ഞാൻ ഏറ്റവും വാല്യൂ ചെയ്യുന്നതോ. ചിലപ്പോൾ ഇന്ന് ബിസിനസ് കിട്ടും, നാളെ കിട്ടാതിരിക്കും, പക്ഷെ അത് വന്നോളും. നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഏത് പ്രായത്തിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത് അറിയാൻ പറ്റുമോ? അല്ല ഞാൻ പറഞ്ഞോണ്ട് പറയാം, 7 വയസ്സിൽ മറ്റേ ഇയാളായിരുന്നു പറഞ്ഞല്ലോ ഇതിന്റെ റീസൺ പറയുന്നില്ല. എന്നാലും 7 വയസ്സിൽ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല ട്രക്കർ ഉണ്ടായിരുന്നു. അപ്പൊ ട്രക്കർ ഉള്ളതുകൊണ്ട് ട്രക്കറിന്റെ കൂടെ ഒരു ഡ്രൈവർ ഉണ്ടാവാറുണ്ട്. അത് വർക്കറിലിട്ട ജോയേട്ടെ മൂപ്പര ഫസ്റ്റിനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു വണ്ടി ഓടിക്കാൻ പറയുന്നത്, ഞാൻ ആ ക്ലച്ച് അറിയാം എങ്ങനെയാണെന്ന് എടുത്തോടെന്ന് പറഞ്ഞു. ഞാൻ എടുക്കട്ടോ എടുത്തോന്ന് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ചാടി നിന്ന് അപ്പൊ തന്നെ മൂപ്പര് മേടിച്ചു. എനിക്ക് ഓടിക്കാൻ അറിയുന്നുണ്ട്, ഞാൻ പറഞ്ഞു എടുത്തോളം പറഞ്ഞില്ല. പക്ഷെ അവിടുന്ന് നല്ല ഇമ്പ്രൂവ് ചെയ്ത്. പിന്നെ എൻ്റെ മാമനാണ് എൻ്റെ ഗുരു, എൻ്റെ അനിയനുണ്ട് ആഷിഫ് ഖാൻ. മൂപ്പര് എന്നെ ചെറുപ്പത്തിലേ ഓടിക്കാൻ പറഞ്ഞു. മൂപ്പര് ഓടെ പോകുമ്പോൾ ഓടിക്കാൻ തരും. വീട്ടിലൊന്നും അറിഞ്ഞാതെ കുറെ ഓടിച്ചു. പിന്നെ സെയിം ആയപ്പോ ഇപ്പൊ കാണിച്ചു കൊടുത്തു. ഞാൻ കറക്റ്റ് പിന്നെ 18 വയസ്സാണല്ലോ നാട്ടിലോ. 18 വയസ്സായപ്പോൾ തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് പഠിച്ചത്. ആ പഠിക്കുന്ന എക്സ്പീരിയൻസ് ഒക്കെ വളരെ ഹൊറിബിൾ ആയിരുന്നു പറയാം. വെച്ചാല് ഒരു ജീപ്പാണല്ലോ, ആ ജീപ്പ് ഇങ്ങനെ നമ്മള് തൊട്ടിലും ജീപ്പ് ഇങ്ങനെ ഒരു കൺട്രോൾ ഇല്ലാത്ത ഇങ്ങനെ പോണ പോലെ സംഭവം. പിന്നെ ഈ പഠിപ്പിക്കുന്ന ആളെ തലയിൽ ഇങ്ങനെ മുട്ടും അങ്ങനെ. നമ്മളെന്തെങ്കിലും അബദ്ധം കാണിച്ചു കഴിഞ്ഞാല് 4 ആളുണ്ടാവും തലയിൽ ഇങ്ങനെ മുട്ടും, ഇങ്ങനെ മുട്ടിട്ടാ. അത് വലിയൊരു എന്താ പറയാ. പക്ഷെ അതുകൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കാൻ വേണ്ടി പിന്നെ എനിക്ക് തോന്നുന്നു UK വന്നിട്ട് ഞാൻ UK വന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായത് വലിയൊരു ഇതാണ്. വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ആദ്യം നമ്മൾ സ്കോഡ മേടിച്ചത്. അപ്പം അന്ന് നമുക്ക് 2 പേർക്കും ഡ്രൈവിംഗ് ഇതില്ല, ലൈസൻസ് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു മൃദുലയുടെ ഓഫീസിൽ നിന്ന്, മൃദുല കുറേ കാലമായി വണ്ടി ഓടിക്കാൻ പോണു, ഞാൻ ഡ്രൈവിംഗ് പിന്നെ ഇതിനൊന്നും പോയിട്ടില്ല. അപ്പം മൃദുല പോയി പിന്നെ ഫസ്റ്റ് ടെസ്റ്റ് എടുത്തു. അപ്പം വണ്ടി മേടിച്ചു. അപ്പം നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഒരാൾക്ക് ലൈസൻസ് വേണം. അത് പോയി ഫെയിലായി. അപ്പം പറഞ്ഞു എന്നാൽ പിന്നെ 2ാമത്തെ പ്രാവശ്യം പോയി. അപ്പോൾ അതും ഫെയിലായി. അല്ലല്ല മൃദുല തന്നെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നമുക്കിത് വണ്ടി ഇൻഷുറൻസ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ എന്താ പറയുക ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് പോയിട്ട് ഡയറക്റ്റ് ടെസ്റ്റ് ഡ്രൈവിങ്ങിനൊന്നും പോകാതെ ഞാൻ ഇവിടെ വന്നിട്ട് ഒരുപാട് വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ മൃദുല വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്ന ആളൊരു പാകിസ്ഥാനി ഡ്രൈവറായിരുന്നു. അയാളടുത്ത് പറഞ്ഞു ഞാൻ പോയിട്ട് ഓൺലൈനിൽ പോയിട്ട് ഒരു രാത്രിയൊക്കെ ഇരുന്നിട്ട് ഒരു ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റിൻ്റെ ഇത് പാസ്സായിട്ടുണ്ടായിരുന്നു, തിയറി പാസ്സായിട്ടുണ്ടായിരുന്നു. ഒരു പ്രാക്ടിക്കലിൻ്റെ ഡേറ്റ് കൊടുത്തു. അത് വരുന്നത് 2 ആഴ്ചക്കുള്ളിലാണ്.
എന്നിട്ട് ഇയാളുടെ അടുത്ത് പോയി പറഞ്ഞു എനിക്കിങ്ങനെ ടെസ്റ്റ് ഉണ്ട്, നിങ്ങളുടെ വണ്ടി വേണം. അപ്പോൾ അയാൾ പറഞ്ഞു എന്നാൽ ഇന്ന് ക്ലാസ് ഒന്നും എടുക്കാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ അയാളുടെ ബിസിനസ് അല്ലേ. അയാൾ പറഞ്ഞു എന്തെങ്കിലും വണ്ടി ഓടിക്കാൻ പറഞ്ഞു. നമ്മൾ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ഗിയറിന് മുകളിൽ കഴിച്ചിട്ട് നമ്മളെ നാട്ടിലത്തെ ഓടിക്കില്ല, നമ്മളെ ഓടിച്ച് കുറച്ച് ആൾ പറഞ്ഞു നിർത്ത് ഞാൻ എന്തായാലും വണ്ടി തരില്ല, എന്തായാലും ഞാൻ വണ്ടി തരില്ല, കാരണം ഇങ്ങന്മാർ ഓടിച്ചാൽ അതൊന്നും പാസ്സാവില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ പിന്നെ വീട്ടിൽ വന്നിട്ട് യൂട്യൂബിൽ കയറിയിട്ട് എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്നുള്ളത്, നമുക്ക് സേഫായിട്ട് വണ്ടി ഓടിക്കാനറിയാം എങ്ങനെയാണ് അഭിനയിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 2 കൈ പിടിക്കുക, പിന്നെ എന്താ പറയുക കറക്റ്റായിട്ട് എല്ലായിടത്തും നോക്കണമെന്നുള്ള കാണിക്കുക, അതൊക്കെ ഞാൻ ചെയ്തിട്ട് ആളോട് പറഞ്ഞു എന്തായാലും എനിക്ക് ടെസ്റ്റിന് പോകാൻ സംഭവം തരണം. എന്നിട്ട് അവസാനം ആളെ ഞാൻ കൺവിൻസ് ചെയ്തിട്ട് പോയി. അപ്പോൾ തന്നെ അതിൽ ഞാൻ പാസ്സായി. അയാൾ ആ കൂടെ ഇൻസ്ട്രക്ടർ പറഞ്ഞത് നമ്മൾ കുറച്ചും കൂടി മിഡിലാണ് വണ്ടി ഓടിക്കണത്, അത് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലാതെ പ്രശ്നമൊന്നുമില്ല, പാസ്സായി. അങ്ങനെ എന്നിട്ട് പ്രശ്നം നിർത്തില്ല, അടുത്ത പ്രാവശ്യം പോയപ്പോൾ പാസ്സായി. അപ്പം നാട്ടില് ഇങ്ങനെയൊക്കെയാണ് വണ്ടി ഇവിടെ ഈ അഭിനയിക്കാന്ന് പറഞ്ഞല്ലോ, നമ്മൾ ഈ മിറർ നോക്കാൻ പഠിക്കുന്നത് ഏറ്റവും കൂടുതൽ പഠിച്ചത് ഇവിടെ വന്നിട്ട് കറക്റ്റ്. ഇപ്പൊ നമ്മൾ എത്ര തിരക്കാണ്, നമ്മൾ എന്താണെങ്കിലും നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഈ മിററിലുണ്ടാവും. മുന്നോട്ട് വേണമെന്നില്ല. നാട്ടില് എല്ലാം അടച്ചിട്ട് ഓടിക്കണം, വണ്ടി തട്ടിപ്പോകുന്ന അതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിപ്പോ എന്റെ മോള് മൂത്താള് ഇപ്പം 18 years ആയി. സാധാരണ എന്റെ ഫാമിലി പലരും ഞാനാ ഡ്രൈവിംഗ് പഠിപ്പിച്ചിരുന്നു. അന്ന് വെച്ചാൽ നമുക്ക് ഒരു 1-2 ഗ്രൗണ്ട് എല്ലാം ഓപ്പൺ ആയിരുന്നു. ഇപ്പൊ വെച്ചാൽ എനിക്ക് അതൊരു ഒരു പേടിയുണ്ടായിരുന്നു. ഒന്നും നമ്മൾ അറിയുന്ന ആളായി. അപ്പോൾ നമ്മൾ നീ ഇല്ലീഗലായിട്ട് പഠിപ്പിക്കണ ഞാൻ പറഞ്ഞ മോളെ നീ കറക്റ്റ് സ്കൂളിൽ പോയി പഠിച്ചാൽ മതി. അവളിപ്പോൾ ക്ലാസ്സിലും പോയി ഒരു ദിവസം ഞാൻ ചോദിച്ചു എന്താണ് വണ്ടി ഓടിക്കാൻ റെഡിയാണോ? ഞാൻ റെഡി. അപ്പം ദുബായ് പോയപ്പം അവൾക്കൊന്ന് ഫെറാറി ഓടിച്ചു നോക്കണം. എൻ്റെ അടുത്ത് ഫെറാറി ഉണ്ടായിരുന്നു. ഞാൻ കൊടുക്കാമെന്ന് കരുതി, കാരണം മൂവ്മെന്റ്സ് ഞാൻ ചെറിയ രീതിയിൽ ഓടിപ്പിച്ച് നോക്കിയിരുന്നു നാട്ടിൽ, കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞു മിറർ അഡ്ജസ്റ്റ്, അവിടെ നിന്നല്ല നാട്ടിൽ നിന്ന് തന്നെ, അല്ല നീ മിററല്ല അഡ്ജസ്റ്റ്. മിററോ? ഞാൻ അപ്പം എന്താ ഡ്രൈവർ പഠിപ്പിച്ചെന്ന് വെച്ചാൽ ഇൻസ്ട്രക്ടർ ബെൽറ്റ് ഇടാൻ പഠിപ്പിച്ചിട്ടുണ്ട് വണ്ടി ഓടിക്കാൻ പറഞ്ഞു. ഇതൊന്നും ഇപ്പോഴും പഠിപ്പിച്ചിട്ടില്ല അൺഫോർച്ചുനേറ്റ്ലി. അപ്പൊ ഞാൻ പറഞ്ഞ ആദ്യം നീ പഠിക്കേണ്ട മിറർ നോക്കാനാണ്. മിറർ നോക്കി റിവേഴ്സ് എടുക്കാനെല്ലാം നോക്കുക പറയുന്നത് നമ്മൾ എത്ര അശ്രദ്ധമായിട്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഈ ശ്രദ്ധ ഈ കാണുന്ന വണ്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ടുണ്ട്. ആ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ അതൊരു നല്ലൊരു പോയിന്റ്. അത് ചിലപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലിപ്പം വലിയ ഹൈവേസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു ഡിസിപ്ലിനും വണ്ടി ഓടിക്കുന്ന ഡിസിപ്ലിൻ ഇപ്പോഴും ഞാൻ നാട്ടിൽ പോകുമ്പം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എപ്പോഴും ഓടിക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടാണ് പോവാം. കാരണം നാട്ടിൽ പോയാൽ ഞാൻ ഓടിക്കില്ല, എന്നിട്ട് ഡ്രൈവറെ വിളിക്കും. പക്ഷെ ചില സമയത്ത് അയാൾ വരണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പഴയ മോഡിലേക്ക് പോകും. ഹോണൊക്കെ അടിച്ച് ഫാസ്റ്റായിട്ട് ഓടിച്ച് കാരണം അങ്ങനെ മാത്രം ഒരു പ്രഷറാണ്. കാരണം അങ്ങനെ ഓടിച്ചാലും നിൽക്കാൻ പറ്റുള്ളൂ റോഡിൽ. ഞാൻ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞാൽ ഞാനവിടെ നിൽക്കുള്ളൂ. നമ്മളെ നാട്ടിൽ ഞാൻ എപ്പോഴും ഇതിനും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇവിടെ വന്നിപ്പോൾ ഓടിച്ചെല്ലാം പോയി നാട്ടിലെത്തിയ കുറച്ച് ഓണടിക്കില്ല, ഉണ്ടാവില്ല, നമ്മൾ ക്ഷമയോടെ ഓടിക്കുള്ളൂ. എവിടെ അന്ന് ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മളെ കൊണ്ട് അരമണിക്കൂർ കൊണ്ട് നമ്മളെ പഴയ സ്വഭാവത്തിലേക്ക് നമ്മൾ ഈ എക്സ്പ്രസ് മോട്ടോർ വരുന്ന നാട്ടിൽ അത് കഴിയുമ്പോൾ ഈ മിറർ നോക്കാതെ ഓടിക്കുന്ന ആളുകൾ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം മുന്നോട്ട് നമുക്ക് ഇപ്പോൾ പുതിയ വണ്ടികളെല്ലാം ഓട്ടോ ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് ഫാസ്റ്റ് ഓടിക്കുമ്പോൾ. പക്ഷെ നമ്മൾ ഈ സൈഡും ഇതും നമ്മൾ കണ്ടില്ലെങ്കിൽ ഭയങ്കര അതിൻ്റെ ഇടയ്ക്ക് പുള്ളി ഏത് വയസ്സിലാണ് തുടങ്ങിയ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് റോഡിലേക്ക് വണ്ടി എടുത്ത് ഒരു 8th കഴിഞ്ഞ് 9th എടുത്തു. അന്ന് നമ്മളെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഭയങ്കര ഹൈറ്റ് ഉള്ളതുകൊണ്ട് കാലം അമ്പാസിഡർ നിലത്തേക്ക് എത്തൂലായിരുന്നു. മാരുതി ഒക്കെ ആയപ്പോൾ പിന്നെ 10th ഒക്കെ ആയപ്പോൾ നമ്മൾ പിന്നെ മാക്സിമം പഠിക്കാം. അല്ല അനൂപ് ഇങ്ങോട്ട് പറഞ്ഞു ലോങ് ഡ്രൈവ്സ് എല്ലാം ഞാൻ ഇവിടെ UK വന്നിട്ട് തന്നെ ആണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ലോങ് ഡ്രൈവ്. ഇവിടെ വന്നിട്ട് അന്ന് മുതലേ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഞങ്ങളൊരു Audi A6 800 പൗണ്ടിന് മേടിച്ചു. പഴയൊരു വണ്ടിയാണ്, പഴയ ഒരു ജാമ്പവാന്റെ കാലത്തുള്ള ഒരു വണ്ടി, നല്ല വണ്ടിയാണ്, 2 ലിറ്റർ എഞ്ചിൻ, വലിയ നല്ല വണ്ടി. എന്നിട്ട് അന്ന് ഞങ്ങൾ കാർഡിഫിലായിരുന്നു. കാർഡിഫിൽ നിന്ന് ഞങ്ങൾ ഒരു ലോങ് വീക്കെൻഡിൽ ഞങ്ങൾ സ്കോട്ട്ലാൻഡിലേക്ക് പോയി. അങ്ങനെ ഏറ്റവും ഇൻവെർനസ് ഒക്കെ ലോങ് പോയി, ഒരു 2000 മൈൽസ് എല്ലാം കൂടിയിട്ട് ഓടിച്ച്. അങ്ങനത്തെ ഡ്രൈവ്സ് ഭയങ്കര രസമാണ്. 4 പേരുണ്ടാവും, എല്ലാവരും പറയും വേണ്ട. അവസാനം ഞാൻ തന്നെ ഫുൾ ഓടിച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ലോങ് വീക്കെൻഡ് ആണല്ലോ, അപ്പോൾ ഇന്ന് സാറ്റർഡേ, അപ്പോൾ ഇന്നലെ മറ്റേ JLR പറഞ്ഞവർക്ക് ഫ്രൈഡേ ഈ കൊല്ലം അവർ ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് ക്ലോക്ക് ചെയ്തുകൊണ്ട് എംപ്ലോയീസിന് ലീവ് കൊടുക്കുന്നുണ്ട്. അപ്പം സീനിയർ മാനേജ്മെൻറ്റിൽ ഒരാളുണ്ട്, മാർക്ക് ക്യാമറോണ്ട് ആരാണോന്ന് വെച്ചിട്ട് പുള്ളി പറഞ്ഞു ഞാൻ ലേക്ക് ലാൻഡിലേക്ക് ഡ്രൈവിന് പോകും. പിന്നെ ആ ടോപ്പിക് തുടങ്ങിയപ്പോൾ എല്ലാവരും പിന്നെ അതായി. അപ്പോൾ എല്ലാവരും ഇവിടെ വീക്കെൻഡിന് ഫോറിനേഴ്സ് എല്ലാം ഡ്രൈവ് എവിടെയെങ്കിലും പോവുക, ബാർബിക്യൂ ചെയ്യുക, ഇതെല്ലാം അവരുടെ പ്ലാൻ. ആ ഒരു കൾച്ചർ ഇവിടെ ഉണ്ട്, മെയിൻ കാര്യം. നമുക്ക് സ്ട്രെസ് ബേസ്റ്റ് ചെയ്യും. ഇവിടെ നാട്ടിലാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ സ്ട്രെസ്ഫുൾ ആവും. ഞാൻ പറയാറുണ്ട് എനിക്ക് ഏറ്റവും സ്ട്രെസ് റിലീസ് വണ്ടി ഓടിക്കുമ്പോഴാണ്. അത് സ്ട്രെസ് ബേസ്റ്റ് ചെയ്ത് സ്ട്രെസ് വന്നിട്ടാണ് സ്ട്രെസ് റിലീസ് ആകുന്നത് എന്നുള്ളതാണ് വ്യത്യാസം നാട്ടിൽ നിന്നാകുമ്പോൾ.
പക്ഷേ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മളൊക്കെ പണ്ട് ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും ട്രെയിനിൽ നമ്മളെപ്പോഴും ഭയങ്കര ഒബ്സർവ് ചെയ്യും. കാരണം നമുക്ക് വേറെ പണിയൊന്നുമില്ല, നമുക്ക് ഒബ്സർവ് ചെയ്യാന്നല്ല. അപ്പം നമ്മൾ പണിക്കൊക്കെ പണ്ട് ഓർമ്മയുണ്ട് എത്ര വെള്ളക്കാർ പോയി, അല്ലെങ്കിൽ എത്ര ഈ കാർ പോയി, എത്ര മാരുതി പോയി, അതൊക്കെ നമ്മൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം കുട്ടികൾ കാറിലിരിക്കുമ്പോൾ അവർ അവരുടെ ടാബ്ലറ്റിലോ അതിലും ബിസിയാണ്. അവരോട് ഇപ്പം അവർ ആക്കോട് ചോദിക്കുന്നത് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയി ചോദിക്കുന്നതാണ് അവിതേറിയ നമ്മൾ എത്താറായി എത്ര സമയമുണ്ട്, 40 മിനിറ്റ് 30. അപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഏറ്റവും അവർക്ക് താങ്ക് എത്ര സമയം ഉണ്ട് എന്ന് ചോദിക്കുക. അതാണ് എനിക്ക് ആ ഇഷ്യൂ ഉണ്ടായിരുന്നു ആദ്യം നമ്മൾ ഈ ഡ്രൈവ് പോയി. എനിക്ക് ഡ്രൈവ് ഇഷ്ടമായെങ്കിലും പെട്ടെന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്താന്നുള്ള എന്നെ അതിന് മാറ്റം വരുത്തി നമ്മളൊരു മൊറോക്കോയിലുള്ള നമ്മുടെ സുഹൃത്താണ്. പുള്ളി 2500 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാലും പിറ്റേന്ന് അത് 500 കിലോമീറ്റർ ഉണ്ടെങ്കിലും പുള്ളി അത് ഇങ്ങനെ ഒരു കൂളായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഡെസ്റ്റിനേഷനൊക്കെ എത്തുക എന്നുള്ളതിനെക്കാട്ടി ഉപരിയായി പോകുന്ന യാത്ര എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ആ ഡ്രൈവിംഗും എക്സ്പീരിയൻസ്. ഇപ്പോഴും എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഇപ്പോൾ എവിടെയെങ്കിലും ലോങ് ട്രിപ്പ് പോകാന്ന് പറയുമ്പോൾ അല്ല ഇപ്പം ഷംജിത്താണെങ്കിൽ ഇപ്പം സുജേതിന്റെ എന്ത് ദൂരം പോകണം അറിയാം. ഞാനിപ്പോ ഈ ഒരു കഴിഞ്ഞൊരു മാസത്തിൽ നമ്മൾ ഒരു അത്യാവശ്യം നല്ലൊരു മൈല് റോട്ടിലൂടെ തന്നെ യാത്ര ചെയ്തു. പല ഫാമിലി ആയിട്ട് പോയില്ലേ ഇവിടെ ഫ്രാൻസിലോ? അതെ, ഫാമിലിയായിട്ട് നമ്മൾ പിന്നെ ജർമ്മനി, ലക്സംബർഗ് വഴി ഒന്ന് ഇറങ്ങി വന്നു. പക്ഷെ അതിനെക്കാട്ടി ഉപരി ഞാൻ എന്റെ യാത്ര സുനിൽഭായിട്ടാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത്. റോഡിലൂടെ യാത്ര ചെയ്യും, ഒരുപാട് യാത്രകൾ 2000-3000 കിലോമീറ്റർ ഒക്കെ ഓടുന്നു. യാത്രകൾ നമുക്ക് കുറേ ഗുണങ്ങളുണ്ടാവും, അനുഭവങ്ങൾ തരും. അപ്പം നമ്മളൊരു യാത്ര പോയി തിരിച്ചു വന്നാൽ നമ്മൾ വേറെ ആളായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു പഠിത്തം അനുഭവം മോശമാണെന്നല്ല, അതൊന്നൊരു പഠിപ്പ് നമുക്ക് ഉണ്ടാവും. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഒരു ഗുണമുള്ള എൻ്റെ വൈഫ് യാത്രയാണ് ഇഷ്ടമാണ്. ഒരു നല്ലൊരു കമ്പാനിയനാണ് എനിക്ക്. അപ്പം നമ്മൾ ചില സമയത്ത് പോകും ഡ്രൈവിനെല്ലാം. ചിലപ്പോൾ രാത്രിയിൽ ഇന്ന് ചിലപ്പോൾ വൈഫിൻ്റെ കൂടെയാണ് കുട്ടികളെങ്കിൽ രാത്രി ഡ്രൈവിന് പോയി ലേറ്റ് നൈറ്റ് ട്രാവലും ചെയ്ത് വരും. ഇപ്പം എന്താ വെച്ചാൽ നാട്ടിലുള്ളത് കുറവായതുകൊണ്ട് മിസ്സാവുന്നുള്ളൂ. നല്ല കമ്പാൻഷിപ്പ് ഉണ്ടെങ്കിൽ യാത്ര ഒരു രസമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഭയങ്കര ഒരു ട്രെൻഡ് ലാസ്റ്റ് ഒരു 5 ഈ പ്രത്യേകിച്ചും ഈ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ വന്ന ശേഷം എനിക്ക് പ്രത്യേകിച്ച് മലപ്പുറം മലബാർ ഭാഗത്ത് നിന്ന് തന്നെ എല്ലാവരും ഓട്ടോറിക്ഷയിലാണെങ്കിലും ഓൾട്ടോയിലാണെങ്കിലും വാനിലാണെങ്കിലും സൈക്കിളിലാണെങ്കിലും ഒക്കെ ഹിമാലയത്തിൽ പോവാ, അവിടെ പോവാ. ഭയങ്കര ഒരു ഇതാട്ടോ. ഇപ്പം അതില്ലാത്തൊരു ട്രെയിനിൽ പോവാ. ഭയങ്കര ഒരു ആ യാത്രയെക്കുറിച്ചുള്ള ഒരു ഇത് തന്നെ മാറി. കോവിഡിന്റെ ശേഷം വണ്ട മാറ്റം, ആൾക്കാരുടെ പ്രയോറിറ്റികൾ മാറി. കോവിഡിന് ശേഷം ആളുകളൊന്ന് ജീവിക്കാൻ തീരുമാനിച്ചു. അതിന് ഒരുപാട് ഈ ട്രാവൽ വ്ളോഗേഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫുഡ് ആണെങ്കിലും ഇപ്പം നമ്മൾ ഫുഡി ആണെങ്കിൽ നമ്മളെല്ലാവരും ആയിരിക്കും. അപ്പോൾ ഒരു ഫുഡ് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അതൊരു യാത്ര ആക്കിയെടുത്ത് എന്തായാലും ഡെസ്റ്റിനേഷൻ ഫുഡ് കഴിക്കാനായിരിക്കും പോണത്. പക്ഷെ അതൊരു യാത്രയാക്കിയ ദൂരത്താണെങ്കിലും പോകാം. ഇപ്പം ഞങ്ങളൊക്കെ യാത്ര പോകുമ്പോൾ മോളുടെ ഏറ്റവും ആദ്യത്തെ പരിപാടി ടിക്ടോക്കിലൊക്കെ പോയിട്ട് അവിടെ ഏറ്റവും നല്ല ഫുഡ് പർട്ടിക്കുലർ ഫുഡ് എന്തൊക്കെയാണ്, റെസ്റ്റോറൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കി വെക്കുക. അപ്പോൾ നമ്മളോട് പോയാൽ മതി. പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഹാനിയുടെ ഈ കാറുകൾ കണ്ടു എത്ര ആളുകൾ കാറുകൾ വാങ്ങിക്കാൻ സുജിത്ത് യാത്ര ചെയ്യുമ്പോൾ പുള്ളിയുടെ യാത്ര കണ്ടിട്ട് എത്രയോ ആളുകൾ ആ സ്ഥലത്ത് പോകാന്നുള്ളതാണ്. സുജിത്തിനോട് ഞാൻ യാത്ര ചെയ്തപ്പോഴും മനസ്സിലായത്, ഇപ്പം നമ്മൾ യാത്ര പോകുമ്പം ഓരോ സ്ഥലത്തെത്തി സംസാരിക്കുമ്പം അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇപ്പം നമ്മൾ ചില ഫ്രണ്ട്സിൻ്റെ അമ്മമാർ വരില്ല, അവരതിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അവരതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് നമ്മളെക്കാൾ ഇൻഫർമേഷൻ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലായി. പല ഫ്രണ്ട്സും UK വന്നത് ഈ പുള്ളിയുടെ ഒരു മോട്ടോർ യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നോട് അവരൊക്കെ ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ അവർ കണ്ടു വന്നിട്ട് പറയാം, യാത്ര കണ്ടിട്ട് ഞങ്ങൾ നോക്കിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ റിലേറ്റഡ് ആണ്. വണ്ടി വാങ്ങിക്കുന്ന പോലെ തന്നെ ഞാൻ 2011 ആദ്യമായിട്ട് ലഡാക്ക് പോകുന്നത്. അതൊരു ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് പോകുന്നത്. ഇന്ന് ഈ റോത്തങ് പാസ് ഇങ്ങനത്തെ പാസുകളാണ്. പക്ഷെ ഇന്നിപ്പം പോകുമ്പോൾ നമ്മൾ അടൽ ടണലും മറ്റെല്ലാം വന്നിട്ട് യാത്ര ഈസിയായി. ഇപ്പൊ നമ്മള് പഴയ ടഫല്ല. പണ്ട് സത്യം പറഞ്ഞ എനിക്ക് ചെറിയ സങ്കടമുണ്ട്. പണ്ട് ലേയിൽ പോകാറൊരു എക്സ്പെഡിഷനാണ്, ടയർ പൊട്ടിയതായി അങ്ങനെ ഉണ്ടല്ലോ. ഇന്ന് അതില്ല, അതെ ടോൾ ചെയ്യുന്നതിന്റെ സങ്കടമുണ്ട്. പക്ഷെ എളുപ്പമായി യാത്ര. അപ്പം നമുക്കിതിലേക്ക് എൻഡിലേക്ക് വരികയാണെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കരിയർ പാത്തിലൂടെ പോയ ഒരാളാണ് ഹാനി. അപ്പം പലപ്പോഴും എനിക്ക് ഉറപ്പായിട്ടും ലൈഫിൽ സ്റ്റക്കായ മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഫെയിലിയേഴ്സ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഈ വരുന്ന ഒരു ജനറേഷന് ഈ ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഡസ്ട്രിയിലാണെങ്കിലും ശരി, നമ്മൾ മുന്നോട്ട് പോകുമ്പം 2 കാര്യങ്ങൾ. ഒന്ന്, ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്ത ഒരാളും കൂടിയാണ്. അപ്പോൾ അവർക്ക് എന്ത് ഒരു മെസ്സേജാണ് കൊടുക്കണമെങ്കിൽ ഉണ്ടാവുക? മെസ്സേജ് എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കണം. നമ്മൾ അനുഭവങ്ങൾ ഉള്ള ആൾക്കാർ പറയുന്നത് നമ്മൾ 2 ചെവി കൊണ്ട് കേൾക്കണം. അപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ മൊമെന്റ്സ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. സ്റ്റക്കായിട്ടുണ്ട്, തിരിച്ചു പോയാലും തോന്നിയിട്ടുണ്ട്,
എനിക്ക് അന്ന് സേഫ് ആയിട്ടൊരു ഡെസ്റ്റിനേഷൻ ബാക്കിലുണ്ട്. ഉപ്പൻ്റെ ബിസിനസ് പോയി സേഫ് ആയിട്ട് ഉള്ള സിറ്റുവേഷൻ ഉപ്പ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻപുട്ട് അല്ല അത്, ഉപ്പൻ്റെ ഇൻപുട്ട്. എനിക്കെപ്പോഴും ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു. അത് ഇഷ്ടപ്പെട്ട സംഗതി ചെയ്യാന്നില്ല. പക്ഷെ ഞാൻ ഇതിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവണം, എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു മാനേജ്മെന്റ് ട്രെയിനറാണ് ബാല എന്ന് പറഞ്ഞു, ബാലേന്ദ്രൻ. ഞാൻ 2 പ്രാവശ്യം പുള്ളിയുടെ ക്ലാസ് അറ്റൻഡ്. ഒന്ന് തന്നെ ഒരു സീരീസ് ഓഫ് ക്ലാസ് ആയിരുന്നു. അത് നമ്മളെ മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് അന്ന് ബിസിനസ്സുകാർക്കും ഒരു അപ്കമിങ് ജനറേഷനുള്ള ഒരു കേംബ്രിഡ്ജിന്റെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് പ്രൊഫസർ മക്കാഡൻ അന്നുണ്ടായിരുന്നു, പുള്ളി മരിച്ചു. പിന്നെ ബാല, പിന്നെ മഹേഷ് എന്ന് പറഞ്ഞ ട്രെയിനേഴ്സ്, ഇവരെല്ലാം ഓരോ സമയത്ത് ക്ലാസ് എടുക്കും. അപ്പോൾ അല്ലെങ്കിൽ വൈഫിൻ്റെ കസിനെല്ലാം ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഞങ്ങൾ അതിന് പോകുന്ന സമയത്ത് പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളി ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത് ഞാൻ രണ്ടാമത് പുള്ളിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ അന്ന് IIMൻ്റെ ഒരു പ്രോഗ്രാം ഞാൻ ചെയ്തിരുന്നു, ഓൺടർപ്രണർഷിപ്പ്. അപ്പോൾ ബാലൻ്റെ അന്നത്തെ ക്ലാസ്സിൽ കാണുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എന്താ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ അത് ഓട്ടോ ജേർണലിസം ചെയ്യുന്നതാണ്. അന്ന് TV തുടങ്ങിയില്ല എന്ന് എൻ്റെ ഓർമ്മ. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, 2-3 വർഷം ക്ലാസ്സിനെടുക്കുക, ഹാനി ഡോണ്ട് ലീവ് യുവർ പാഷൻ. ഞാൻ 2-3 പ്രാവശ്യം ഇപ്പോൾ ഞാൻ എംബ്രേസ് ആയി. കാരണം ബാക്കിയുള്ള ആൾക്കാരെല്ലാം എന്നെ നോക്കുന്നു, പരിചയമുള്ള ആൾ പരിചയമുള്ള, പിന്നെ എടുക്കുക ഹാനി ഡോണ്ട് ലീവ് യുവർ പാഷൻ. ഇതിങ്ങനെ മൂപ്പര് എൻ്റെ സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ ലഞ്ച് ബ്രേക്കിൽ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഇവിടെ വരാൻ പറഞ്ഞു. ഞങ്ങളവിടെ മാറിയിരുന്ന് ഭക്ഷണം കഴിക്കാം. അവനോട് ചോദിച്ചു, ഞാൻ ഇത് പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായത്? എനിക്ക് മനസ്സിലായില്ല. അത് കാര്യമുണ്ട്. ഞാൻ ഈ കൂട്ടത്തിൽ അധികം ആൾക്കാർ ഞാൻ കണ്ട ഫാമിലി ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകും. ഞാൻ സ്വന്തമായിട്ട് വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇത്ര ആൾക്കാരില്ല. ഒരു പാഷൻ്റെ പിന്നാലെ പോകുന്ന ഒരാളെ കണ്ട് ഞാൻ അങ്ങനെ വന്ന ഒരാളാണ്. പുള്ളിക്ക് ഇലക്ട്രോണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മുപ്പര് ടീച്ചിങ് ആയിരുന്നു ഇഷ്ടം. അപ്പോൾ ഇലക്ട്രോണിൽ വർക്ക് ചെയ്ത സമയത്ത് മുപ്പര് ഒന്നും ടീച്ചിങ്ങിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരിതിൽ പുള്ളി ട്രെയിനിങ്ങിന് മാനേജ്മെന്റ് ട്രെയിനിങ് പോയി തുടങ്ങി. ഇന്നിപ്പം ജോയ് അലുക്കാസിൻ്റെ അഡ്വൈസറാണ്, അത്രയും നല്ല പൊസിഷനിലുള്ള ആളാണ്. പുള്ളി പറഞ്ഞാൽ ഞാൻ അങ്ങനെ വന്ന് കുറച്ചെല്ലാം ക്ലാസ്സുകളെല്ലാം കിട്ടി തുടങ്ങിയപ്പോൾ ഒരാൾക്ക് തോന്നി എന്നാൽ ഇതിലേക്കൊന്ന് മാറിയാലോ. ഞാൻ കെട്ടറോണ ജോലിയിൽ രാജിവെച്ച് സ്വന്തമായിട്ട് ട്രെയിനിങ് പ്രോഗ്രാം കുറച്ചൊരു വരുമാനം കിട്ടും എന്ന് ഡെവലപ്പ് ചെയ്യാന്ന് വെച്ച് തുടങ്ങി. പിന്നെ സ്ട്രക്കായി, ഒന്നുമില്ല, വരുമാനമില്ല, ഒന്നുമില്ല, ഫാമിലി ഉണ്ട്. ആ സമയത്ത് മൂപ്പര് ഇങ്ങനെ വിചാരിച്ചു, പക്ഷേ തെറ്റായിപ്പോയി, മടങ്ങി പോകണം, ജോലിയിലേക്ക് തന്നെ പോവാം എന്നെല്ലാം വിചാരിച്ച് നിൽക്കുന്ന സമയം എന്തോ ഒരു ഇതിൽ തോട്ടിൽ മൂപ്പര് പിടിച്ചു നിന്നു. മൂപ്പര് പറഞ്ഞാൽ ഇത് കുന്ന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറിപ്പോയി, എൻ്റെ എത്താതെ നമ്മൾ ഒരിക്കലും മടങ്ങരുത്, എൻ്റെ എത്തിയാൽ ഇപ്പുറം എന്താണല്ലോ കാണുള്ളൂ. അപ്പം മൂപ്പര് പറഞ്ഞു ഇവിടെ എത്തിയാതെ ഞാൻ മടങ്ങാൻ നിൽക്കും, ഒന്നും കൂടെ കയറി വെക്കാലോ എന്ന് കയറിയപ്പോഴാണ് ഒരു ഫോർച്യൂൺ മാറി, ഇന്നിപ്പോൾ ഈ ലെവലിലെത്തി. പറഞ്ഞാൽ ഒരു പോയിന്റ് നിനക്കും എത്തും, തിരിച്ചു പോയാലോ മടുത്തിട്ട് അത് കവർ ചെയ്യണം. അത് ആ പോയിന്റ് എപ്പോഴാണെന്നൊന്നും പറയാനില്ല, എൻ്റെ ലൈഫിൽ കിട്ടും. അത് കവർ ചെയ്തത് ഫോർച്യൂൺ വിൽക്കും. ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഞാൻ പറഞ്ഞ ഇപ്പം എൻ്റെ ബിസിനസ് മാറി. ഞാൻ അപ്പോഴേക്ക് 2 കുട്ടികളുണ്ട്, കല്യാണം കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, വരുമാനം ഇല്ല. ഞാൻ വേറെ മാഗസീനിൽ കോൺട്രിബ്യൂട്ട് അവിടെ നിന്ന് സാലറിയും കട്ടായി, അവർ മോശം സ്ഥിതിയില്ല. അപ്പോൾ ഒരു പോയിന്റ് എത്തി, കയ്യിൽ പൈസ തന്നെ ഇല്ലാത്തൊരവസ്ഥ. ഞാനൊരു ദിവസം കൊച്ചിയിൽ നിന്ന് വന്ന് ട്രെയിൻ ഇറങ്ങി, 10 രൂപ ഉണ്ട് പോക്കറ്റിൽ, നല്ല വിശക്കുണ്ടെന്ന്, ചായ കുടിച്ചാലോ അല്ലെങ്കിൽ ഓട്ടോ എടുക്കണം, ഏതെങ്കിലും ഒരു ഓപ്ഷൻ. ഓട്ടോ എടുക്കേണ്ട ഒരു അവസ്ഥ, കാരണം അവിടെ നല്ല തെരുവായക്കൾ ഉണ്ടായിരുന്നു. അന്ന് പോട്ടെ, പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വെച്ച് പോയ ഒരു സന്ദർഭത്തിൽ ഞാൻ ഓർത്തുണ്ട്, തെറ്റായിപ്പോയി. ആ ഒരു സമയം കുറച്ചുകൂടെ ഞാൻ പിടിച്ചു നിന്ന്, ഇയാൾ അഡ്വൈസിന്റെ ഓർമ്മയിലുണ്ടായിരുന്നു, പിടിച്ചു നിന്നതിന്റെ ശേഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ 2-3 ഇപ്പോഴുള്ള പാർട്ട്നേഴ്സ് വന്നു, ബ്രാൻഡ് വാല്യൂ ചെയ്തു. എനിക്ക് കുറച്ച് കടങ്ങളുണ്ടായിരുന്നു, ആ വാല്യൂഷനിലെ കടല വീട്ടി ബ്രേക്ക് വന്ന് പിന്നെയും വന്നിട്ടുണ്ട് ഈ സ്റ്റേജ്. കാരണം ടീം വലുതായി, ആള് വലുതായപ്പോൾ റവന്യൂ പ്രശ്നം. അപ്പോൾ കോവിഡ് വരെ കുറച്ച് സ്ട്രഗിൾ ചെയ്ത ടൈമായിരുന്നു. അതിൻ്റെ ശേഷമാണ് നമുക്ക് റവന്യൂ മോഡ് കിട്ടുന്നത്. ഇത് ലൈഫിൽ ഉണ്ടാവും, പ്രൊഫഷൻ ആണെങ്കിലും ഇത് കവർ ചെയ്യുന്ന ആ മനോധൈര്യം കാണിക്കാൻ നിങ്ങൾക്ക് ഫോർച്യൂൺ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഒരിക്കലും സാധാരണ പറയുന്നുണ്ട് എപ്പോഴും നോമ്പാവില്ല, പെരുന്നാളും വരുന്നത്. എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സ്ട്രഗിൾ ഉണ്ടല്ലോ, ഈ സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ പോയിട്ടാണ് നമുക്ക് ഈ ഫീൽ വരും ഇങ്ങനെ. അപ്പോൾ എന്നിട്ട് വളരുമ്പോഴേ നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയും. അല്ലാതെ നമ്മൾ ഇങ്ങനെ പോയ ഒരാളാണ് ഈ നമുക്ക് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പെട്ടെന്ന് പോകുന്നത്. ഷംജിത്താണെങ്കിൽ ശരി, ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നു, എന്നിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ജോലികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പക്ഷെ ഇപ്പം എന്താ പറയാ, ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ UK ആൾക്കാർക്ക് വാഴയില മുതൽ പല സാധനങ്ങളും കൊണ്ടുതരുന്നത്. എനിക്ക് ഞാനിപ്പോൾ പറയാനുള്ളത് നമ്മളെ ടീമിനോട്, ഇന്നിപ്പോൾ UK മലയാളികളിൽ ഏറ്റവും നമ്മൾ കൊണ്ടുവന്നിട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു സാധനം. നമ്മളൊരു ബ്രാൻഡ് അല്ലാത്ത പല സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കഴിച്ചിട്ടുണ്ട്. ഒരു ഫാമിലിയെങ്കിലും ഒരു നേരെങ്കിലും
ഈ ഒരു 15 വർഷത്തിൻ്റെ 15 വർഷത്തിൻ്റെ കഴിച്ചിട്ടുണ്ടാവും. ഉണ്ടോ? അപ്പോൾ അതൊരു വലിയൊരു ഇതാണ്. നമ്മൾ ഡെഡിക്കേറ്റ് ആയി ലൈഫ് നമ്മളത് സ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. നമ്മൾ സാമ്പത്തികമായിട്ട് ഉയരുക എന്നുള്ളതിനെക്കാട്ടി കൂടുതൽ ഈ ഒരു കൺസിസ്റ്റന്റ് ലൈഫിൽ പല പ്രതിസന്ധികൾ വന്നിട്ടുണ്ടാവില്ല. ഈ പ്രതിസന്ധിയാണ് ആക്ച്വലി ആളുകളെ സ്ട്രോങ് ആക്കണത്. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട് നമ്മളുടെ അടുത്ത് പ്രോജക്റ്റെല്ലാം വരുന്ന സമയത്ത് പണ്ടെല്ലാം ആ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പൈസ ഉണ്ടാവില്ല. കാരണം നമ്മൾ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ് അതിന്റെ ബില്ല് പോയാലേ പൈസ വരുള്ളൂ. അന്ന് ടെൻഷനാ, നീ കടം വാങ്ങണം ഇതാക്കണം. ഇന്നൊരു ധൈര്യമാണ്, വരും പൈസ വരും. അതൊരു ലൈഫിൽ നിന്ന് പഠിച്ചോന്ന് കാണിച്ചെന്ന എക്സാമ്പിൾ. പൈസ നമ്മൾ വിചാരിച്ച് ചേസ് ചെയ്താൽ വരില്ല, ഇല്ലാത്തപ്പോൾ വരിക ചെയ്യും. അപ്പൊ ആ ധൈര്യത്തിൽ എത്തണമെങ്കിൽ അനുഭവം തന്നെ വേണം. ഇന്ന് എല്ലാവരും സ്ട്രഗിൾ ചെയ്താലും ആ സ്ട്രഗിൾ വിടാതെ പോകണം. ഷോർട്ട് കട്ട്സ് ഒന്നും ഇല്ല ഇതിന്. ഹാർഡ് ഇന്ന് പക്ഷേ പുതിയ ജനറേഷൻ സ്മാർട്ടാണ്. പക്ഷെ അവര് പിന്നെ ഈ ഒരു പ്രശ്നം ഫെയിൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഡൗൺ ആവണമെന്നുണ്ട്, ഡൗൺ ആവുന്നുണ്ട്. അപ്പൊ അത് ഈ ഒരു സ്ട്രഗിളിൽ തന്നെ പോയെങ്കിലേ നടക്കുള്ളൂ എന്നുള്ളൊരു വിശ്വാസം. അതെന്താ വെച്ചാൽ ഈ നമ്മുടെ കംഫർട്ട് സോണിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്കത് ഇപ്പൊ പറഞ്ഞ പോലെ നേരത്തെ ഫാമിലി ബിസിനസ്സിൽ ഉപ്പയുടെ ബിസിനസ്സിൽ പോവാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഹോബി ആയിട്ട് കൊണ്ടുനടക്കുക ഈ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ അത് അപ്പം നമുക്ക് നമ്മുടെ ഒരു പാഷൻ ഫോളോ ചെയ്യാനും പറ്റില്ല. നമുക്ക് ഈ ലെവലിലേക്ക് അപ്പൊ പാഷന് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഹാനി മുസ്തഫ എന്നുള്ള ഒരു ബ്രാൻഡ് ഉണ്ടാവും, പേഴ്സണൽ ബ്രാൻഡ് ഉണ്ട്. അത് ആ എഫേർട്ടിന്റെ ഭാഗമാണല്ലോ. അതുകൊണ്ട് വളരെ ശരിയാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഇപ്പൊ നമുക്കൊരു ധൈര്യക്കുറവുണ്ടാവും. നമ്മളൊരു കംഫർട്ട് സോണിൽ നമ്മൾ ആ കംഫർട്ടിന് ഒന്ന് വിട്ട് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരെ കാണുമെങ്കിൽ സത്യമാണ് സങ്കടം തോന്നും. എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്തെങ്കിലും തോന്നു കഴിഞ്ഞാൽ ഒരു സംഗതി സ്വന്തമായി ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. അവരെ കൊണ്ട് ചിലപ്പം അവർ എസ്റ്റാബ്ലിഷ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ടുണ്ടാവില്ല. ദേ വിൽ ബി എൻജോയിങ് എവറിത്തിങ്, ദേ വിൽ ഹാവ് ദ നെയിം, ബട്ട് അവരെന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. നമ്മുടെ ലൈഫിലെ എന്താ പറയുക, നമ്മൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആയതുകൊണ്ട് നല്ല രസമായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു സംസാരിക്കുകയാണെങ്കിൽ മേ ബി ഇനി ഒരു 1-2 മണിക്കൂർ ഇനിയും സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ലൈക്ക് മൈൻഡഡ് പീപ്പിൾ അവിടെ ഉള്ളവരാണ്. ആ കണക്ഷൻ അങ്ങനെയാണ്. നമ്മൾ ഒരാളെ കണ്ടിട്ടുള്ളൂ, കണക്ഷൻ ഉണ്ട്. പിന്നെ ഈ കാണുന്നോണ്ട് വരല്ല എപ്പോഴും കാണുന്നവർ തോന്നും. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അടുത്ത പ്രാവശ്യം വരുമ്പം UK വരുമ്പോൾ നമുക്ക് ഒരു ഓട്ടോ ഷോ, കുറച്ച് ആൾക്കാരെ ആൾക്കാരുണ്ട്. ഒരുപാട് നല്ല കാറുകളുണ്ട്. നമുക്ക് ആ കാറുകളൊക്കെ പണ്ട് നമ്മളൊക്കെ വില കൊടുത്ത് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പൊ മലയാളികളൊക്കെ വന്ന് പലതരത്തിലുള്ള വണ്ടികൾ വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും UK അല്ലെങ്കിൽ നമ്മളെ ഓഡിയൻസിൽ കാണുന്ന എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും. എന്തായാലും താങ്ക്സ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. നമ്മളെ പരിചയമുള്ള എല്ലാവരും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല, അല്ലാത്ത ആൾക്കാരൊന്നും പരിചയമായി. താങ്ക് യു അനി, താങ്ക് യു ഷംജിത്ത്. അപ്പോൾ താങ്ക് യു ഗൈസ്, ബൈ.